പ്രകാശതൻ പ്രഭാലക്ഷ്മി ഹൃദയങ്ങളിൽ തെളിക്കുവാൻ കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. ശാന്തി തന്നെ ചല നിർമ്മല നീരാഴി കാന്ത ഹൃദയങ്ങൾക്ക് ആശ്വാസധാരണി കരളിന്റെ കരളിലെ കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയും കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. കുയിലുകൾ പാടുമ്പോൾ മരതക മലയോരത്തൂടെ കുളിച്ചോല താളമടിച്ചും കൊണ്ടോടുമ്പോൾ പറയുന്നു നിൻ കലാചാതുരി. കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. ഒരിടവേളയ്ക്ക് ശേഷം കൊല്ലം അസീസി കേരളത്തിന്റെ ആസ്വാദക മനസ്സുകളിലേക്ക് വീണ്ടും എത്തുന്നു. പൊതുസമൂഹത്തോട് ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അസീസി സാമൂഹ്യ പ്രസക്തമായ ഒരു വിഷയം നാടകമാക്കുന്നു. ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങൾ ഉയർത്തുന്ന മാനവിക മുദ്രാവാക്യമാണ്. ദൈവോന്മുഖമായ ജീവിതവും അയൽക്കാരനിൽ ഈശ്വരനെ കണ്ടെത്തുന്നതിനുള്ള പ്രബോധനവും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകളാണ്. വാനിലെ വാരൊളി താരകൾക്കൊപ്പം പ്രതിഷ്ഠ നേടിയ ആദരണീയനായ ഫൗസ്റ്റിൻ അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. കൊല്ലം അസീസി അവതരിപ്പിക്കുന്നു ആത്മാവിൻ്റെ അയൽക്കാർ. ഈ പാൽ കൊണ്ട് നീ അപ്പന്റെ തൊള്ളി കൊഴിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ച് അടക്കം പറ്റും. ഉച്ചയ്ക്ക് മുമ്പ് മുളക് കൊടുപ്പിച്ചു കൊടുക്കാം. അത് മുളക് ഉണങ്ങിയാൻ നോക്കണ്ടേ? എടാ ഭാസ്കര, മാറ്റൊന്നും കെട്ടിയേ. ആ ക്ലാബിനെ കൂടെ ഒന്ന് അയച്ചങ്ങോട്ട് കെട്ടിയേക്കണേ. അപ്പന്റെ സൈറൻ കേട്ടു. അപ്പന് തൃപ്തി ആയിട്ടുണ്ട്. ഞാൻ തോട്ടിക്കൊണ്ട് എനിക്കൊന്ന് മേലെ ഇടണം. ആ ഷർട്ട് കൂടെ എടുത്തോണേ. ഞാൻ മക്കളെ പോറ്റി വളർത്തി ഇവരെന്നെ ഇവിടിട്ട് സൽക്കരിക്കുന്നു. എന്താണടി എന്നമ്മേ, നീ പഴകഞ്ഞിക്ക് ഉപ്പിട്ട് പഠിക്കാന്നോ? നീ എന്താ മുളകഞ്ഞി പഠിക്കാന്നോ?
വേണ്ടിയിട്ടാണോടാ മുള കൊണക്കുന്നത്? ഒരുത്തം കെട്ടവനെ. അപ്പനിത് എന്നാ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്റെ കർത്താവേ. അല്ലേ അപ്പനിത് എന്നാ ഭാവിച്ചാ? എടാ പാവൽ എവിടെ നിക്കട്ടടാ? പാവലും പടവലും ഒക്കെ കൃഷി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അത് ശരി. ചെവിയിൽ ആ സാമാനം വെച്ചോണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യത്തി. അവലോസുണ്ട പിടിക്കാനോ? അവലോസുണ്ട നിന്റെ പമ്പള പിടിക്കും. ഈ ഇപ്പൊ തന്നെ അതിന് കിട്ടത്തില്ല. എടാ ആണുങ്ങൾ അവലോസുണ്ട പിടിച്ചാ മുറുകി പോവടാ. 40,000 രൂപ മുടക്കിയാ ചെവി വെക്കണ സാധനം ഞാൻ മേടിച്ചത്. അതേടാ, ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. എന്നാലും BA-ക്കാരന്റെ വിവരമുണ്ട് എനിക്ക്. നീ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ട് കാശിന്റെ വിവരമുണ്ടോ? എലി എന്ന് പറയുമ്പോ വലിന്ന് കേൾക്കണ ഒരു തന്ത. നിങ്ങൾ അകത്തങ്ങനെ ഇരിക്കുവേ. നേരെ മക്കളെ മൂക്കുപൊടി തീർന്നു. വാങ്ങിക്കണേ വലിക്കണം. വയസ്സ് എത്രയെന്നറിയാവോ? പിന്നെ എടാ പഴങ്ങഞ്ഞി ആരോഗ്യത്തിന് നല്ലതാ. അല്ലാന്നാരാ പറഞ്ഞത്? ഈ തന്ത എന്റെ ജീവിതം കോഞ്ഞാട്ടയാ. എടാ അത് നിനക്ക് തരാതിരിക്കാൻ നിന്റെ പമ്പള കള്ളം പറയുന്നത്. എടി അന്നപ്പോ എന്നതിനാ പട്ടാപ്പകല് വട്ടി അഴിച്ചു വിടുന്നത്? ചെവി വെക്കാൻ മേടിച്ചു കൊടുത്ത സാധനം ചെവി വെച്ചിട്ട് നടക്കണം. തന്തയായി പോയി. ഇല്ലെങ്കിൽ കാലേ വലിയ നിലത്തിട്ട് കുത്തിയാൽ അതിന് നീ ഒന്നുകൂടെ ജനിക്കണം. അപ്പൊ ആവശ്യമില്ലാത്തൊക്കെ കേട്ടോളൂ. ഓ എന്റെ അന്നമ്മോ, മക്കളെ പറയിപ്പിക്കാനായിട്ടുണ്ടായ ഒരു തന്ത രാവിലെ തന്നെ തൂമ്പേ തൂക്കി ഇറങ്ങാൻ പോവാ. എന്താ നടി പറയുന്നത്? അടി അന്നമ്മോ, നീ അപ്പന്റെ ചെവി വെക്കണ ആ സാധനം ഇങ്ങോട്ട് എടുത്തോട്ട് വാടി. അത് ആ മേശപ്പുറത്തോ തലകണിക്കടിയിലോ കാണും. 5 ഏക്കർ ഭൂമി കളക്കണ ജോലിയാ ഇതിനോടൊക്കെ ഞാൻ ചെയ്തു തീർത്തത്. എന്താ നടി അവൻ ഈ പിറുത്തോണ്ട് പോകുന്നത്? എടാ എടാ നിന്നോടല്ലടി. എടി എന്റെ കർത്താവേ, ഞാൻ ആരെയായി വിളിച്ചത്? എടാ കുരങ്ങ് പോലെ ഇരിക്കുന്ന നിനക്ക് ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയത് നിന്റെ മിടുക്കൊണ്ടല്ല, എന്റെ മിടുക്കൊണ്ടാ. എടാ നിന്റെ അപ്പൻ ഇവിടെ നിൽക്കുന്നേ. എടി നോക്ക് നിൽക്കാതെ അപ്പന്റെ ചെവി വെക്കണ സാധനം കൊണ്ട് എടുത്തോണ്ട് പോവാ. പിന്നെ അവൾ അപ്പന്റെ തമാശ ആദ്യമായിട്ട് കേക്ക്. വെള്ളത്തിലാണോടാ കുളിക്കുന്നത്? ഇത് വെള്ളമല്ലേ? എടാ പത്രോസേ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾക്ക് ഇത്രയും അപസർപ്പതാബോധം പാടില്ലെന്ന്. എന്നതാ എന്നതാ എന്നതാ? നീ എന്താ കൈക്കൃക കാണിക്കുന്നത്? നിന്റെ വായി നാക്കില്ലയോ? എന്റെ കർത്താവേ, ആ അമ്മച്ചിയെ മേലോട്ട് വിളിച്ച സമയത്തിന് ഈ സാധനത്തിനാണ് അങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സ്വസ്ഥത സമാധാനം ഉണ്ടായി. നീ മേടിക്കണ്ടടാ, ഇന്ന് മഴയൊന്നും പെയ്യത്തില്ല. എടാ പത്രോസേ, എടാ പത്രോസേ, എന്താപ്പാ നിനക്കെന്താടാ വന്ന് വിളി കേട്ടാല്? ഒന്നും കേട്ടാലും പഠിക്കാത്ത ഒരു തലമുറ. മറഞ്ഞു നിന്നാണോടാ തുണി മാറുന്നത്? കണ്ടില്ലെങ്കിൽ വേണ്ട, എന്റെ ജീവിതം കോഞ്ഞാട്ടയായി. എടാ പത്രോസേ, അല്ലെങ്കിൽ വേണ്ട. എടി അന്നമ്മോ, എന്താ രാവിലെ തുടങ്ങിയതാണല്ലോ 2 കൂടി വഴക്ക്. എടാ ഞാനിതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. എടാ ഞാനൊരു പൊട്ടനല്ല കേട്ടോ. അപ്പനൊരു സത്യം പറഞ്ഞു. എടി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കം നേരം വെളുക്കുമ്പോൾ തീരണം. എടാ നിന്റെ അമ്മച്ചിയും ഞാനും അങ്ങനെ ആയിരുന്നു. ഒന്നും കണ്ടാലും പഠിക്കാത്ത ഒരു തലമുറ. എടി നീ അപ്പനെ ആ കോഴിക്കൂട്ടിലെ കാലം കൊണ്ടേ അച്ഛൻ എന്തായി പറയുന്നേ? കോഴിക്കുഞ്ഞാന്നോ കൊട്ടക്കരി കൊണ്ട് അടച്ചിടേ? ഏണിച്ചൊരി വെച്ചിരിക്കുന്ന എന്താ? ഒന്നടി അന്നമ്മ, നീ എന്നെ വീടണം ചെയ്യാൻ പറ്റുമോ? ഇത് ഏണിച്ചൊരി വെച്ചിട്ടാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നേ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ചെവി വെക്കേണ്ട സാധനം മടി വെച്ചോണ്ട് നടന്നാ പറ്റുമോ? തുടങ്ങി ചെവിക്കകത്ത് അനുഭവിച്ചോ? ചെവിയേക്കാൻ വയ്യാത്തോണ്ടല്ലേ ഈ സാധനം ഞാൻ മേടിച്ചത്. അല്ലാതെ എനിക്ക് തലക്ക് സ്ഥിരക്കേടുണ്ടായിട്ടല്ലേ. ഒന്ന് പതുക്കെ പറയടാ, എനിക്ക് നിന്നേക്കായി നന്നായിട്ട് ചെവിയേക്കാം. എനിക്കത് കിട്ടണം. അവൻ എന്നെ ചട്ടം പഠിപ്പിക്കാൻ വരുവാ. നീ എന്റെ കൂടെ തൂമ്പായി എടുത്തോണ്ട് പറമ്പിലോട്ട് വാ. എവിടെ പോവാ? കഴിഞ്ഞ ദിവസം തലയുറ്റി വീണതാണോ? എന്റെ കർത്താവേ, 80 വയസ്സ് കഴിഞ്ഞ് ഞാൻ തല കറങ്ങി താഴെ വീഴുകല്ലാതെ തല കറങ്ങി മേപ്പോട്ട് പോകാൻ പറ്റുമോടാ? അപ്പോ ഡാക്ടർ എന്താണ് പറഞ്ഞത്? വിശ്രമിക്കണം, ആഹാരം നിയന്ത്രിക്കണം എന്നൊക്കെ അല്ലേ? നല്ല ആഹാരം നിയന്ത്രണമാണ്. രാവിലെ 2 കുറ്റി ഫുഡ്, 2 ഏത്തക്ക പുഴുങ്ങിയത്, 2 ഗ്ലാസ് പാല്, ഒരു താറാമുട്ട. മുട്ട 2. ഒന്നുകൂടെ അപ്പച്ചനെ എടുത്തായിരുന്നു മക്കളെ. ഈ ഇടയായിട്ട് തീരെ വിശപ്പില്ല. എടി അന്നമ്മോ, ഞാനാണെങ്കിൽ ഒരു 4 മൂട് തെങ്ങിന്റെ ചോട് ഇളക്കിയിട്ട് വരാം. നീ പഴങ്കഞ്ഞി കുറച്ചുകൂടെ എടുത്ത് വെച്ചേര്. തെങ്ങിന്റെ ചോട് ഇളക്കാനൊക്കെ അവിടെ വേറെ ആളുണ്ട്.
എന്റെ അപ്പൻ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാ എടാ പത്രോസേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എടാ നീയാണോ അതോ ഞാനാണോ എന്റെ അപ്പൻ? അല്ല, നിന്റെ അപ്പൻ. വയസ്സ് 84 എന്ന് കരുതി അപ്പൻ മോനാകൂടാ? ആ മക്കള് തന്നോളൂ ആയാ താനെന്ന് വിളിക്കണമെന്നാ. വിളിയടാ വിളിയടാ, അടിച്ച് ഞാനാ. അച്ഛൻ പാവല്ലേ? നീ ഒറ്റ ഒരുത്തിയാ കൊഞ്ചിച്ച് അവനെ വഷളാക്കിയത്. നല്ല ഒന്നാം തരം കൊച്ചനല്ലായിരുന്നോ? വേറെ ഇല്ലായിരുന്നെങ്കിൽ അപ്പാ തൊളേന്ന് മാറടാ. എടാ തൊളേന്ന് മാറടാ. ഇങ്ങോട്ട് വാടാ. കിടന്നോ മക്കളെ, ഇനി എത്ര കാലം അപ്പത്തിനുണ്ടാവുമെന്ന് വിചാരിച്ച? വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടല്ലോ ഞാൻ. കണ്ടോടി, അവന്റെ ചങ്ക് പിടച്ചത് കണ്ടോ? ഇതുപോലെ നിന്റെ കൊച്ചനെ നിന്നെ സ്നേഹിക്കുന്നത് കണ്ടാ മതി എനിക്ക്. നമ്മുടെ റോസിമോള് നിങ്ങളെ മനസ്സ് നിറയെ സ്നേഹിക്കുന്നത് കണ്ണ് നിറയെ കണ്ടവനായി അപ്പൻ. പക്ഷെ അത് അധികകാലം അനുഭവിക്കുന്നതിന് മുമ്പ് നീ അവളെ അങ്ങ് വിളിച്ചില്ലേ? മരിച്ചുപോയ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഇനിയൊന്നും പറയല്ലേ? മരിച്ചതാണോ? കൊന്നതല്ലയോ? കൊമ്പശ്ശേരി കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനിയും തീർന്നിട്ടില്ല അതിന്റെ പുകിലൊന്നും. ഈ അപ്പൻ എന്നും ഇങ്ങനെ എന്ത് പറഞ്ഞു വന്നാലും അവസാനം അവിടെ കൊണ്ടെത്തി. വെറുതെ ഓരോന്ന് പറഞ്ഞ് അന്നമ്മയെ കരയിക്കേണ്ടി. അയ്യോ, നീ ഇനി വന്നേ. ഞാൻ തല ചുറ്റി വീണ കാര്യമൊന്നും അങ്ങാരോട് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. അങ്ങേര് മാനസിക രോഗികളെ നോക്കുന്ന ആളാ. ആന്നോ? എന്നാ നീ നിന്റെ തല അങ്ങാരെ ഒന്ന് കാണീര്. നിന്റെ തലയ്ക്കകത്ത് മാനസികമായി എന്തോ തകരാറുണ്ട്. ഏറെ കാലമായി ഡാക്ടർ ഈ വഴിക്കൊക്കെ വന്നിട്ടേ. റോസിമോളുണ്ടായിരുന്നപ്പോ മിക്കവാറും വരുവാൻ. പിന്നെന്തൊക്കെ വലിയപ്പച്ചന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. വിശേഷം ഉണ്ടാകാൻ ഞാനെന്തോടോ കെട്ടിച്ച് നിർത്തിയിരിക്കുന്ന പെണ്ണാന്നോ? ചെക്ക് കേട്ടാലും കുഴപ്പം, കേട്ടില്ലെങ്കിലും കുഴപ്പം. അത് ശരി. അപ്പൊ ഞാനായി കുഴപ്പക്കാരൻ. എടാ, കൂട്ടുകാരന്റെ മകളല്ലയോ എന്ന് കരുതിയാ നിന്നെ അവന് കെട്ടിച്ചു കൊടുത്തത്. അത് ഞാൻ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. അപ്പൊ ഒന്നാമത്തെ തെറ്റെന്താ? നിനക്ക് ജന്മം തന്നത് തന്നെ കുരുത്തം കെട്ടവനെ. അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? വാടക പറമ്പിലൊന്നും പഠിപ്പിക്കാതെ മകള് മരിച്ച സങ്കടം മറക്കണതേ അപ്പന്റെ ഇത്തരത്തിലുള്ള തമാശകളൊക്കെ കേൾക്കുമ്പോഴാ. ജീവിതത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഫലിതം പറയാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുമോ? എവിടെ? ഇങ്ങോട്ടിരിക്കാം. ഞാൻ റോസ്മേരിയുടെ അപ്പച്ചനോടും അമ്മച്ചിയോടും വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനാ വന്നത്. എന്താ ഡാക്ടർ? അത് പിന്നെ ഞാൻ റോസ്മേരിയെ കൊലപ്പെടുത്തിയ വിജയനെ കണ്ടു. കുറ്റവാളികളെ കൗൺസിലിംഗ് ചെയ്യാൻ പോകുന്നതിനിടയിൽ പലപ്പോഴും ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അയാൾ എന്നെ കാണാനോ സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. 2 ആഴ്ചകൾക്ക് മുമ്പ് ജയിലിൽ വെച്ച് ഞാൻ അയാളോട് സംസാരിച്ചു. ശിക്ഷിക്കപ്പെട്ട് ജയിലിലായതിനു ശേഷം അയാൾ ഒരിക്കൽ പോലും പരോളിന് അപേക്ഷിക്കുകയോ പുറത്തിറങ്ങുകയോ ചെയ്തിട്ടില്ല. ഇന്ന് അയാൾ പരോളിൽ ഇറങ്ങിയ വിജയൻ വരുന്നത് ഇവിടേക്കായിരിക്കും. ഡാക്ടറെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? മാനസിക രോഗികളോട്ട് ഇടപെട്ട് നിങ്ങളുടെ സമനില തെറ്റിയോ? എന്തിനവൻ ഇവിടേക്ക് വരണം? നിങ്ങളെ ഒന്ന് കാണാം, സംസാരിക്കാം. എന്റെ മോളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ട് അവന് ഞങ്ങളോട് എന്ത് സംസാരിക്കാൻ? റോസ്മേരിയുടെ അമ്മച്ചി അങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്ത് പറയണം? ശിക്ഷിക്കപ്പെട്ട് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞിരുന്ന അയാൾ ഇപ്പോൾ പരോളിന് അപേക്ഷിച്ചതും പുറത്തു വരുന്നതും നിങ്ങളെ കാണുന്നതിന് വേണ്ടി മാത്രമാണ്. വരട്ടെ, വന്നവൻ ഞങ്ങളെ കൂടി കൊല്ലട്ടെ. പശ്ചാത്തപിക്കുമ്പോഴാണ്, ബോധ്യപ്പെടുമ്പോഴാണ് കുറ്റവാളി മോചിതനാകുന്നത്. ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബമാണ് നിങ്ങളുടെ. അതുകൊണ്ട് മകളെ കൊന്നവനെ പരവതാനി വിളിച്ച് സ്വീകരിക്കണോ ഞങ്ങള്? എങ്ങനെ സ്വീകരിക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൻ ഇവിടേക്ക് വരും. ഇനി ആ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ എനിക്ക് പോലും കഴിയും. മോള് ഞങ്ങളുടെ ആത്മാവിന്റെ ഭാഗമായിരുന്നു, ജീവിതത്തിന്റെ വെളിച്ചമായിരുന്നു, ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു. അവഗണിക്കപ്പെടുന്ന സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പ്രവർത്തകൻ, മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കണമെന്ന് മനുഷ്യനെ ഉദ്ബോധിപ്പിച്ച പൊതുപ്രവർത്തകൻ, കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി സമരം നയിച്ച മനുഷ്യ സ്നേഹി. അങ്ങനെ ഈ വീടിന് മാത്രമല്ല,
നാടിന് മുഴുവൻ വേണ്ടപ്പെട്ടവളായിരുന്നു റോസ്മേരി. അക്കാരണത്താൽ തന്നെയാണ് അവൾ കൊല്ലപ്പെട്ടത്. കൊലപാതകം എന്നത് ആ നിമിഷങ്ങളുടെ അപകടമാണ്. അവനോട് വരട്ടെ, നിങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങൾക്ക് അവനെ കാണണ്ട. നിങ്ങൾക്ക് കാണാനല്ല, നിങ്ങളെ കാണാൻ. അവനോട് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. മകളെ കൊന്നതിന് പകരം കൊല്ലണോ? ആകാ. എങ്ങനെ പ്രതികരിക്കണോ അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇവിടേക്കുള്ള യാത്രയിലാണ്. ഇനി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. അപ്പോൾ ഞാൻ ഇറങ്ങി. നമ്മുടെ മോളെ കൊന്നവനെ നമ്മളെങ്ങനെ വരട്ടെ, അവന്റെ തല അടിച്ച് പൊളിക്കും ഞാൻ. വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട. പിന്നെ എന്റെ മോളെ കൊന്നവനോട് എങ്ങനെ പ്രതികരിക്കണം ഞാൻ? നമ്മൾ സഹിച്ചില്ലേ, ക്ഷമിച്ചില്ലേ? ഇല്ല, ഞാൻ ക്ഷമിച്ചില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്റെ മോളെ ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പരീക്ഷിക്കുന്നതാണെങ്കിലോ. അവൻ വരട്ടെ. അപ്പനവനെ കണ്ട? അപ്പനവനെ കണ്ടിട്ടില്ലല്ലോ. പത്രത്തിലൊക്കെ അവന്റെ പടം വന്നല്ലേ. അപ്പൻ ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുമെന്ന്. നീ ഇവിടെ ക്രിക്കറ്റ് നോക്കി നിൽക്കാതെ പറമ്പിലോട്ട് ഇറങ്ങി പണി ചെയ്യടാ. അച്ഛന് നല്ല സുഖമില്ല, ഇന്ന് വിശ്രമിക്കട്ടെ. അയ്യോ, എന്ത് പറ്റി മക്കളെ? എന്ത് പറ്റിയടാ? ഒന്നുമില്ലപ്പാ, ഞാൻ വെറുതെ ഓരോന്ന് ഓട്ടങ്ങൾ നിന്ന് പോയതാ. ആ ഡാക്ടർ എന്തിനാ മക്കളെ വന്നത്? അങ്ങനെ ഇതുവഴി പോയപ്പോ ഇങ്ങോട്ട് കയറിയതാ. ആ ഡാക്ടറെ കണ്ടപ്പോ ഞാൻ നമ്മുടെ റോസിമോളെ ഓർത്തു പോയി. ഈ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊച്ചങ്ങനെ ഓടി നടക്കുന്നതായിട്ട് തോന്നുകയാണ്. അപ്പാ, പത്രോസേ, അപ്പൻ പലപ്പോഴും വിചാരിക്കൂടാ, നമ്മുടെ റോസിമോളെ കൊന്ന ആ പിശാചിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുത്തി വളർത്തണം. തൂക്കി കൊല്ലാതെ ജീവപര്യന്തം ചുറ്റിച്ചിരിക്കുക. സർക്കാർ നിലവിൽ കൊലയാളിയെ പോറ്റുക, കൊന്നുകളയ്യാ വേണ്ടത് അവനെയൊക്കെ. വെറുതെ അതൊന്നും ഓർക്കണ്ട. മരിച്ചു ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ കർത്താവ്. വിജയൻ റോസ്മേരിയെ 15 ദിവസത്തെ പരോള അനുവദിച്ചിരിക്കുന്നു. ഇതുവരെ അതിന് ശ്രമിക്കാഞ്ഞത് പുറത്തിറങ്ങിയാൽ എങ്ങോട്ട് പോകണമെന്നൊരു വ്യക്തമായ രൂപവുമില്ലാഞ്ഞിട്ടാണ്. ഡോക്ടർ ശാന്തകുമാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഈ പരോള. ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് മാപ്പ് ചോദിക്കാം. റോസ്മേരിയുടെ അപ്പനും ഇവിടെ ഇല്ലേ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്തിനാണ് നീ എന്നെ കാണുന്നത്? നീ മിണ്ടരുത്, മാറി നിൽക്ക്. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. നിന്നോട് ക്ഷമിക്കാനോ? ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം തല്ലിക്കെടുത്തിയ നിന്നോട് ക്ഷമിക്കാനോ? കണക്ക് പുറത്ത്. ഞാൻ പോവില്ല. നീ പോയില്ലല്ലേ? ഞങ്ങളുടെ പൊന്നു മോളെ കൊന്നിട്ട് വന്ന് നിന്ന് സങ്കടം വർത്തിക്കുന്നു. എനിക്കിത് സഹിക്കാൻ ഒക്കത്തില്ല. എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പോവില്ല.
എന്നോട് പോകാനാ പറഞ്ഞത്. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. നീ എന്താ മക്കളെ ഈ കാണിച്ചത്? വിളിക്കരുത്. കൊന്നു. എന്റെ മോളെ കൊന്നവനെ വെട്ടി നുറുക്കി ഞാൻ കൊന്നു. എന്തിനാടി വെറുതെ പകൽക്കിനാവ് കാണാൻ പോണത്? അച്ഛൻ ഞാൻ പറയുന്നത് അനുസരിക്കണം. അവൻ വരുമ്പോ അച്ഛനെ അറിയാത്തതൊന്നും എനിക്ക് പുറത്തു തരാം. എന്താ അത് പിന്നെ അപ്പാ, ഇത് നമ്മുടെ മോളുടെ ഒരു പഴയ ചങ്ങാതിയായിരുന്നു. അതാ എവിടെയോ കണ്ട പരിചയം. ആ മോളുടെ ആൽബത്തില് ഇവന്റെ പടം ഉണ്ടായിരുന്നു. എന്താ കുഞ്ഞാ നിന്റെ പേര്? പേര് വാഷറം. എവിടാ വീട്? വീട് ചങ്ങനാശ്ശേരിക്കടുത്താ. എന്താ അവനൊന്നും മിണ്ടത്തില്ലയോ? അപ്പാ, മോള് കൊല്ലപ്പെട്ടതിന് ശേഷം അവൻ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിൽ വരുന്നത്. അതിന്റെ ഒരു സങ്കടമാ. ഞാന് പറമ്പിലോട്ടൊന്ന് പോയിട്ട് വരാം. എടി എന്നമ്മോ, ഈ കൊച്ചനെ അടുക്കള വിളിച്ചോണ്ട് പോയി കഞ്ഞിയോ വെള്ളം എന്തോന്ന് വെച്ചാ കൊടുക്കടി. എന്തോന്നാടാ പത്രമേ, ഈ മുളക് കിടന്ന് ഉണങ്ങുന്നത് കാണുന്നില്ലയോ? വാരി അകത്ത് വെക്ക്. ഇനി അതിന് എന്റെ കൈ കൂടും. വേഗം പറഞ്ഞു വിട്ടോണം ഇവനെ. എന്റെ അപ്പനെ ഒന്നും സഹിക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല. കൊലപാതകി എന്ന അവസ്ഥയല്ലാതെ മറ്റൊന്നിനെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നെ ബോധ്യപ്പെടട്ടെ, എങ്ങനെയെന്ന് വെച്ചാൽ പ്രതികരിക്കട്ടെ. ഒന്നോ തിന്നോ എങ്ങനെയെന്ന് വെച്ചാൽ സംഭവിച്ചു പോയി. വിചാരണ ചെയ്യേണ്ടതും വിധിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും ഇവിടെ നിന്നാ. ആവില്ല, ഞങ്ങൾക്കൊന്നിനും ആവില്ല. ഞങ്ങളുടെ മോള് മരിച്ചു, അല്ല കൊന്നു. എന്റെ മനസ്സിന്റെ സമനില തെറ്റും മുമ്പ് നീ മാപ്പ് ലഭിക്കാത്ത കുറ്റവാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാകണമെങ്കിൽ എന്നെ ഒന്ന് കൊന്നിട്ട് അനുഭവിച്ചു നോക്കേടാ. വീട്ടിൽ വന്ന അതിഥിയാണ് നീ. അതിഥികളോട് ഞങ്ങൾ മാന്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ഞങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാ. അന്നപ്പോ അപ്പം പറഞ്ഞത് കേട്ടില്ലേ? വിളിച്ചോണ്ട് പോയി എന്താന്ന് വെച്ചാൽ എടുത്ത് കൊടുക്ക്. ചെല്ലി അപ്പനാണ് പൊറുക്ക്. അയ്യോ എന്റെ കർത്താവേ, മക്കളെ
ഒരു മുന്നറിയിപ്പില്ലാതെ അത് കൊച്ചിയിൽ എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടേച്ചും പോകാമെന്ന് കരുതി. വല്യപ്പച്ചൻ ഈ സാധനം അങ്ങനെ പെട്ടെന്നൊന്നും ജാഗത്തില്ലാന്ന് എനിക്കറിയത്തില്ല. വേണ്ട വേണ്ട, നിന്റെ കൂടുതൽ സുഖിപ്പിലൊന്നും എനിക്ക് കേൾക്കണ്ട. എടാ, ക്രിസ്തുമസിന് ഉയർപ്പ് തിരുനാളിലെങ്കിലും വന്ന് സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണുക എന്ന് വെച്ചാൽ സമയം കിട്ടണ്ട വല്യപ്പച്ച. സമയമില്ല. അതോടാ നീ നിന്റെ പെമ്പളെ അമേരിക്കയിലേക്ക് അയച്ചത്. എന്തൊരു ജീവിതമാണ് ഇത്. നീ ബാംഗ്ലൂരില്, പെമ്പളെ അമേരിക്കയില്, ഒരു മോനുള്ളത് ഊട്ടിയില്, ചെറിയ കുടുംബം, തന്തുണ്ട കുടുംബം, മൂന്നെടുത്തായിട്ട്. ആട്ടെ, നീ എന്തുകൊണ്ടാണോ പത്രോസെ മേടിച്ചിരിക്കുന്നത്? ഈ കൊച്ചന്റെ പടുതി കണ്ടിട്ടാണോ? മോനെ എഞ്ചിനീയറാക്കി അടങ്ങത്തുള്ളതല്ലായിരുന്നോ നിന്റെ ദുർവാശി? അനുഭവിച്ചോ? എടാ, മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ മക്കൾ എന്തിനാടാ? നിനക്ക് നിൽക്കാനും ഇരിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ടോ മക്കളെ? വല്യപ്പച്ച നോക്കിക്കോ, ഞാൻ വരും. വന്നിട്ട് ഒരുപാട് ദിവസം ഇവിടെ വന്നങ്ങ് ഞാൻ ചത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഏഴടിയന്ത്രം നടത്തിയിട്ട് പോകാൻ. വല്യപ്പച്ച ഓരോന്ന് പറഞ്ഞിട്ടും ഒരു പെൺകൊച്ചുണ്ടായിരുന്നതിനെ കൊന്ന്. പിന്നെ എനിക്കായാലും പത്രോസിനായാലും കാത്തിരിക്കാൻ ആരാ? നീ അല്ലാതെ. ഇവിടെ ആർക്കും ഒന്നിനും സമയമില്ല. പെണ്ണുങ്ങൾക്ക് വരാൻ സമയമില്ല, മാതാപിതാക്കളെ നോക്കാൻ സമയമില്ല. ആട്ടെ, നിനക്ക് ദിനകൃത്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? എടാ പത്രോസേ, എടാ അന്നമ്മയെ വിളിച്ച് പറയടാ ചെറുക്കം വന്ന് നിൽക്കുന്നെന്ന്. മക്കള് പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്നും അല്ല. ഞാനിപ്പോ വന്നേ ഉള്ള ഇവനെന്താ ഇവിടെ? ഇവനെന്താ ഇവിടെ? മക്കളെ നീ അറിയോ അവനെ? വല്യപ്പച്ച നമ്മുടെ റോസ്മേരിയെ കൊന്നവനാ. എന്താ ഇതൊക്കെ? എന്താ ഇതൊക്കെ? നിങ്ങൾക്ക് ഭ്രാന്തി പിടിച്ചോ? പിന്നെ പരോള് കിട്ടിയപ്പോ റോസ്മേരിയുടെ അപ്പനെ അമ്മയെ ഒന്ന് കണ്ടു പോകരുത്. അവൻ പോകുന്നില്ല, അവൻ പോകുന്നില്ലെന്ന്. അമ്മച്ചി, 15 ദിവസത്തെ പരോളിലിറങ്ങിയ ഇവൻ നേരെ ഇവിടേക്കാ വന്നത്. ഞാൻ പറയില്ല പോകാൻ. മകളെ കൊന്നവനെ വിരുന്നുകാരനെ പോലെ ഞാൻ ഇവിടെ സൽക്കരിക്കും. അച്ചായ, നമ്മുടെ മോടെ മുറി തുറന്നു കൊടുക്ക. ഈ അതിഥിക്ക് വിശ്രമിക്കാം. റോസ്മേരി ഉപയോഗിച്ചിരുന്ന മുറിയാണ്. അവിടെ മരണശേഷം ഞങ്ങളാരും ഇവിടേക്ക് അങ്ങനെ വരാറില്ല. ദേവിച്ചൻ മടങ്ങിപ്പോയി. അപ്പച്ചനെയും അമ്മച്ചയും കണ്ടു മടങ്ങാമെന്നും പറഞ്ഞു വന്നവന് വേഗം പോകാൻ ഒരു കാരണമായി. അപ്പൻ മുഖവും വീർപ്പിച്ച് ആഹാരമൊന്നും കഴിക്കാതെ കിടക്കുക. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ സ്കൂൾ മാഷ്, അനുജത്തി ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അത് കണ്ട് അമ്മയ്ക്ക് മനസ്സിന് സുഖമില്ലാതെ. അച്ഛനെ കാണണമെന്നും വീട്ടിൽ പോകണമെന്നൊന്നും തോന്നാത്ത എന്തേ? റോസ്മേരിയെ കൊന്നവൻ ഇവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പൻ്റെയും ബേബിച്ചൻ്റെയും ഒക്കെ സംശയമാണ്. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ അവൻ ഞങ്ങളെ കൂടെ കൊല്ലുമായിരിക്കും. അതിനപ്പുറം ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അമ്മ എന്നെ മോനെന്ന് വിളിക്കുന്നു, എനിക്ക് ഭക്ഷണം തരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാ ശിക്ഷിക്കപ്പെടുന്നത്. കിടന്നോളൂ. അമ്മ എന്നോടൊന്നും ചോദിച്ചില്ല റോസ്മേരിയുടെ കൊലപാതകത്തെ പറ്റി ഒന്നും. അവസാനത്തെ അത്താഴമൊരുങ്ങുന്നു. അത്താഴത്തിനു മുൻപുള്ള ഉപചാരങ്ങളിൽ ഒത്തിരി
എത്തിക്കോളും. അനുഭവിച്ചോ? കുഞ്ഞ്, നീ അത് മാത്രം ഓർത്തിരിക്കുന്നോണ്ടാ. മനസ്സ് ശാന്തമാകട്ടെ, സ്വസ്ഥമായി കിടന്നുറങ്ങ. റോസ്മേരി കൊല്ലപ്പെട്ടത് എന്റെ മനസ്സിൽ വെച്ച, അവൾ പിടഞ്ഞു മരിച്ചത് എന്റെ മനസ്സിൽ കിടന്ന, അതിപ്പോഴും അവിടെ കിടക്കുക. ആ ഭാരം ഒന്ന് ഒഴിവാക്കാനാണ് ഞാൻ വന്നത്. മറ്റാർക്കും അത് കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കത് കഴിഞ്ഞാലോ? അച്ഛാ, റോസ്മേരിയെ കൊന്നതിന് ശേഷം സ്വസ്ഥത എന്താണെന്ന് ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. വേദപുസ്തകമാ വായിച്ചിട്ട് കിടക്കുക, മനസ്സ് ശാന്തമാകും. ഞാൻ ഈശ്വരനോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ഈശ്വരനെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിടിയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക, എഴുത്തുകാരി, മത്സ്യത്തൊഴിലാളികൾക്കും ആദിവാസികൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന റോസ്മേരി എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്കവരെ ആദരവോടെ സ്വാഗതം ചെയ്യാം. ദന്തനം തന്ന തന ദന്തനം തന്ന ദന്തനം തന്ന ദന്തനം ദന്തനം തന്നാരോ ദന്തനം തന്ന തന ദന്തനം തന്ന ദന്തനം തന്ന ദന്തനം ദന്തനം തന്നാരോ കടഞ്ഞി മണ്ണിന്റെ മക്കള് പാടണ തീവോ നെഞ്ചിലെ നോവ് കടഞ്ഞു കടഞ്ഞി മണ്ണിന്റെ മക്കള് പാടണ തീവോ അമ്മിഞ്ഞ പാലുവിലെത്തിയ കുഞ്ഞിൻ സങ്കടമല്ലോ ഈ പാട്ടിൽ നിറയെ കിളികളെ പോലെ നീര് തരയണ മീനിനെ പോലെ ഭൂമിയില്ലാത്തവരങ്ങളൊരു പിടി ഭൂമിക്കു വേണ്ടി നടത്തണ പോലെ ഭൂമിക്കു വേണ്ടി നടത്തണ പോലെ ഭൂമിക്കു വേണ്ടി നടത്തണ പോലെ
ആളുകളായോ ഉയരിൻ കൊടുങ്കാറ്റ് കൂടെ വെച്ചുള്ളോർ ഉയരിൻ കൊടുങ്കാറ്റ് കൂടെ വെച്ചുള്ളോർ പൊയ്യലാണല്ലോ വളർച്ച മുന്നേറ്റം നാളെ ഈ നാടിന്റെ തീരാത്ത നേട്ടം നാളെ ഈ നാടിന്റെ തീരാത്ത നേട്ടം പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യം ഉന്നയിച്ചുകൊണ്ടല്ല നമ്മൾ ഇവിടെ സമരം ചെയ്യുന്നത്. കുഞ്ഞിന് അമ്മ മുലപ്പാൽ നിഷേധിക്കുന്നത് പോലെ, മത്സ്യത്തിന് വെള്ളം നിഷേധിക്കുന്നത് പോലെ, പറവകൾക്ക് ആകാശം നിഷേധിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജനിച്ചു വളർന്ന് അധ്വാനിക്കുന്ന ഭൂമി നിഷേധിക്കുന്നു. പുരോഗമനത്തിന്റെ പേരിൽ ബഹുനില കൊട്ടാരങ്ങൾ ഉയരുമ്പോൾ അവഗണിക്കപ്പെടുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരാണ്. ഉയർന്നു പോകുന്ന ബഹുനില മന്ദിരങ്ങളുടെ പേരാണോ പുരോഗമനം? കമ്പ്യൂട്ടർ സിറ്റി വരാൻ പോണു പോലും നമ്മൾ ആരും അതിനെതിരല്ല. എന്തുകൊണ്ടാരും കൃഷിയെ പറ്റി ചിന്തിക്കുന്നില്ല? മലയാളിയെ തീറ്റി പോറ്റേണ്ട ഉത്തരവാദിത്വം തമിഴന്റേതാണോ ആന്ധ്രക്കാരൻ്റെതാണോ? കമ്പ്യൂട്ടർ ഞൊട്ടുന്നവൻ വിശക്കുമ്പോൾ കഴിക്കുന്നത് എന്താണ്? പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് കൃഷിഭൂമി ഭൂമാഫികൾക്ക് എഴുതി കൊടുക്കുന്നവർ വിശക്കുമ്പോൾ കഴിക്കുന്നത് എന്താണ്? നമ്മൾ നന്ദി കെട്ടവരാ. ഓരോ നേരം ആഹാരം കഴിക്കുമ്പോഴും എനിക്ക് വേണ്ടി ഏതോ കർഷകൻ ചേറ്റിലും ചെളിയിലും വീർപ്പൊഴുക്കുന്നതിന്റെ ഓഹരിയാണ് കഴിക്കുന്നതെന്ന് ഓർക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരൻ അവന്റെ മണ്ണും കിടപ്പാടവും വിട്ടു പോകാൻ തയ്യാറല്ല. പുതിയൊരു സംസ്കാരത്തിന് കാവലിരിക്കുന്നു. മത്സ്യത്തൊഴിലാളിക്ക് കടലും വെള്ളവും നഷ്ടമാകുന്നു, കൃഷിക്കാരന് കൃഷിഭൂമി നഷ്ടമാകുന്നു, സാധാരണക്കാരന് കിടപ്പാടം നഷ്ടമാകുന്നു. ഒഴിഞ്ഞുപോയാൽ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു പോകേണ്ടി വരും. പണമുള്ളവൻ മാത്രം ജീവിച്ചാൽ മതി എന്ന തത്വശാസ്ത്രത്തിനെതിരെയാണ് സമരം. ക്യൂവിന്റെ അവസാന അറ്റത്ത് നിൽക്കുന്നവന് പോലും നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ഗാന്ധിജി പിതാവായ നാട്ടിൽ ഭൂമാതാവിന് വേണ്ടി ഭൂമാഫികൾക്കെതിരെ ജീവൻ കൊടുത്തും സമരം ചെയ്യുന്ന നിങ്ങൾക്കൊപ്പം ഞാൻ മനസ്സും ശരീരവും തന്നുകൊള്ളുന്നു. ഇപ്പോൾ എത്രാമത്തെ തവണയിട്ട് കേൾക്കുന്നതെന്നറിയാം. അവൾ പറയുന്നത് സത്യമാ, പവർഫുള്ളാ. ആരും ഒരിക്കൽ കേട്ടാൽ വിശ്വസിച്ചു. സമരം ചെയ്യുന്നവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഇങ്ങനെയുള്ളവരെ നിശബ്ദരാക്കണം. എവിടെയും പ്രശ്നക്കാർ ഇത്തരക്കാരാ. മേധാ പട്കർ, മഹാശ്വേതാദേവി, അരുന്ധതി റോയ്, ഇപ്പോഴിതാ റോസ്മേരി. ആദ്യം ഞാൻ പറഞ്ഞവരൊക്കെ നമുക്ക് തൊടാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ വളർന്നുപോയി. ഇവളെ ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ റോസ്മേരി നമുക്കൊരു തലവേദനയാകും, ഉറപ്പാണ്. റോസ്മേരി ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു. MA-ക്ക് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്, ജേർണലിസം ഫസ്റ്റ് റാങ്ക്. ഹിന്ദു ഉൾപ്പെടെ പലരും ജോലി വാഗ്ദാനം ചെയ്തു, സ്വീകരിച്ചില്ല. കവിതകളും ലേഖനങ്ങളും എഴുതി. മത്സ്യത്തൊഴിലാളികൾക്കും ആദിവാസികൾക്കും കാഴ്ച ബംഗ്ലാവേ ആവൂ. ആ മണ്ണിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് അവിടുത്തെ ജനങ്ങൾ. ആ മണ്ണ് കേരളത്തിൽ അസുലഭമായി കണ്ടുവരുന്ന ജൈവ സമ്പന്നതയുടെ പുണ്യഭൂമിയാണ്. അത് സംരക്ഷിക്കേണ്ടതും കാർഷിക ഗവേഷണം നടത്തി നാടിനൊരു മുതൽക്കൂട്ടാക്കേണ്ടതിന് പകരം ഹൈടെക് സിറ്റി ആക്കിയ പുരോഗമനം അത് മാത്രമല്ല, പ്രകൃതി തന്ന സൗഭാഗ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പേരാണ് പുരോഗമനം എന്നത്. തർക്കത്തിനല്ല വിളിപ്പിച്ചത്, പരിഹാരത്തിനാ. ഞാൻ ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറില്ല.
ആകാശമടിഞ്ഞ് എന്റെ തലയിൽ വീഴുമെന്ന് വന്നാലും ലോകം എന്റെ കാൽ ചുവട്ടിൽ അവസാനിക്കുമെന്ന് വന്നാലും ഞാൻ ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറില്ല. ആകാശം ഇടിയൊന്നും ലോകം അവസാനിക്കുമെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണ്. ഞാൻ എന്താ വേണ്ടത്? നിങ്ങളെയൊക്കെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കാം. ഒരിക്കലും അവിടെ നിന്നും നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കത്തക്ക യോഗ്യത ഉള്ളവരായി ആരും ഉണ്ടാകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ സംസാരിക്കുന്നത്. അയ്യോ, പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. റോസ്മേരിക്ക് എന്റെ സ്ഥാപനത്തിൽ ജോലി തരാം, ലക്ഷങ്ങൾ ശമ്പളം തരാം. എന്ത് പറയുന്നു? ആവശ്യമുള്ളപ്പോ അറിയിക്കാം. ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു സ്ഥിരം ക്ലീശ ചോദ്യം. ഈ സാമൂഹിക പ്രവർത്തനത്തിനും സമ്പത്ത് ആവശ്യമാണ്. എത്ര പണം വേണം ചോദിക്കാം, തരും. എനിക്ക് സംഘർഷങ്ങളിൽ താല്പര്യമില്ല, സൗഹൃദത്തിൽ താല്പര്യമുണ്ട് താനും. സമരക്കാരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. റോസ്മേരി തൽക്കാലം ഒരു 3 മാസക്കാലം വിദേശ പര്യടനത്തില. എന്റെ നിലവിലൊന്ന് നാട് ചുറ്റി വരിക, പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഈ വിശാല മനസ്കതയ്ക്ക് നന്ദി. മരണം വരെ തെങ്ങണയിലെ സമരക്കാർക്കിടയിൽ ഊർജ്ജവും ആവേശവുമായി ഞാൻ ഉണ്ടാവും. എന്തിനാ കുട്ടി അങ്ങനെ ഭരിക്കുന്നത്? വിജയം വരെ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം എനിക്കില്ല. ഞാൻ തീരുമാനം മാറ്റുകയില്ല. ആലോചിക്കുക, സൗഭാഗ്യങ്ങൾ നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അതുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ തന്നെയാ സാമൂഹ്യ പ്രവർത്തകയായത്. തിരുത്തുന്നു, മരണം വരെയല്ല വിജയം വരെയും ഞങ്ങൾ ആ സമരപ്പന്തലുണ്ടാകും. പോലീസ് കടന്നാൽ മരിക്കും. അതാ സമരരീതി. കാരണം ജന്മാവകാശമായി കിട്ടിയ മണ്ണിന് വേണ്ടിയ സമരം. വരട്ടെ സാർ. പോട്ടെ എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം. ഞാൻ പറഞ്ഞില്ലേ, തീപ്പൊരിയാണ് അവൾ, തീപ്പൊരി. നമുക്കത് കെടുത്തുകയേ പറ്റൂ. എങ്ങനെ? വഴിയുണ്ട്. അവൻ ഇപ്പൊ വരും. ആര്? റോസ്മേരിക്കെതിരെ ഞാൻ പ്രയോഗിക്കാൻ പോകുന്ന പുതിയായി ഒരു സാധാരണ LP സ്കൂൾ വാദ്യാരുടെ മകൻ. എന്താണ് അവന്റെ പ്രത്യേകത? റോസ്മേരിയും അവനും ഒരേ കോളേജിൽ പഠിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ റോസ്മേരിയോട് പരാജയപ്പെട്ടവർ. MSc ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടും ഇന്നും ജോലിയൊന്നുമാകാതെ ദാരിദ്ര്യ കഞ്ഞി കുടിക്കുന്നവർ. മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എന്റെ സൂക്ഷ്മമായ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ കരു MLA റഹീമിന്റെ സഹായത്തോടെ. എന്ത് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന എത്രയോ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു കൊച്ചനെ വിളിക്കേണ്ട കാര്യം അവനായിരിക്കും. അപ്പോ നമ്മൾ അവനെ കണ്ടിട്ടില്ല, നമുക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ വിജയൻ, MLA പറഞ്ഞു. ഏത് MLA? അവറ്റകൾ ഒരുപാടില്ലേ? റഹീം സാർ. ആ ജോലിയുടെ കാര്യം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കുള്ള കുട്ടികളെ തേടി പിടിക്കുക, അന്വേഷിച്ചു വരുന്നവരെ സ്വീകരിക്കാറില്ല. എന്താ നിന്റെ യോഗ്യത? MSc ഫസ്റ്റ് ക്ലാസ്. എന്ത് ജോലി ചെയ്യും? അത് പിന്നെ സാർ എന്ത് പറഞ്ഞാൽ? ഒരു പങ്ക് മദ്യം ഒഴിച്ചെടുക്കും. അവിടെ വിക്രമനെ ഏൽപ്പിച്ചിട്ട് പോയി. സാർ എനിക്ക് സെല്ലില്ല. വീട്ടിലെ നമ്പർ കൊടുക്കും. അച്ഛൻ നിലനിൽപ്പ് തന്നെ അപകടത്തിലായൊരു സർക്കാർ LP സ്കൂൾ ഹെഡ് മാസ്റ്റർ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടും. സഹായിക്കും. അവരും എന്തായി മോനെ പോയ കാര്യം? എനിക്കൊരു പ്രതീക്ഷയുമില്ല. ജോലി ചോദിച്ച് ചെല്ലുന്നവരോട് അവർക്കൊക്കെ പുച്ഛമാണ്.
ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തി മിടുക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കാലം. എൻട്രൻസ് എഴുതി കിട്ടിയില്ല. തിരിച്ചറിവായ കാലം തൊട്ടേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാ. എന്റെ കയ്യിൽ കെട്ടിയിരിപ്പൊന്നുമില്ല, ശ്രദ്ധിച്ച് പഠിക്കണമെന്ന്. ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിക്കാനൊക്കെ എനിക്ക് പറ്റുമോ? മതി, ദാരിദ്ര്യം കിട്ടും അടുത്ത്. ദാരിദ്ര്യം ഒരു ശാപമല്ല മക്കളെ, അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. എന്റെ പ്രായത്തിൽ എനിക്ക് മാത്രമാ ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്തത്. കൂട്ടുകാരൻ എനിക്ക് മാത്രമാ ഒരു 2 വീലർ പോലും ഇല്ലാത്തത്. ഒന്നുമില്ലാതെയും ജീവിക്കാം എന്നുള്ളതിന് തെളിവല്ലേ നീ? അതിന് ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? എന്റെ മോനൊരു ജോലി കിട്ടുമ്പോ ഒക്കെ ശരിയാവും. എവിടുന്ന് എന്ന്? ദേ, പുതിയ എംപ്ലോയ്മെന്റ് ന്യൂസാ. നിനക്ക് പറ്റിയ ചില വേക്കൻസികളൊക്കെ ഇതിലുണ്ട്. ശ്രമിക്കുക. പ്രതീക്ഷകളാണ് എപ്പോഴും മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്റെ നിലനിൽപ്പ് പോലെ തന്നെ അപകടത്തിലായ ഒരു LP സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരയൂലേ. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരയൂലേ. മലയാളമേ മലയാളമേ പുന്നെല്ലിൻ മണമൂറുന്നെൻ്റെ മലയാളം. ചിങ്ങപ്പൂവഴകുള്ളൊരെൻ്റെ മലയാളം. കിളിപ്പാട്ടിൻ ശ്രുതിയുള്ള ചിരിപ്പാട്ടിൻ മിഴിവുള്ള ചെളിമണ്ണിൻ നനവുള്ളൊരെൻ്റെ മലയാളം. പൊന്നു മലയാളം. എഴുതിക്ക് ശരിയാണോ നോക്കിയേ? കഴിഞ്ഞല്ലേ ജാനകി, എവിടെ പോവാ നീ? കൃഷ്ണന്റെ കുറച്ച് സപ്താഹം കേൾക്കാൻ പോവാ. എന്തേ ഇയാളെ നഗരത്തേക്ക് പോയേ? എനിക്ക് എത്ര വയസ്സായെന്ന കേട്ടോ വിചാരം? കഴിഞ്ഞ മേടത്തിൽ 19 കഴിഞ്ഞു. കണ്ടാ പറയില്ലായിരിക്കും. അമ്മയോട് സത്യം, മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോ പറയും അമ്പലത്തിലൊക്കെ പോണോന്ന്. എന്തിനാണെന്നറിയോ? കാണാൻ കൊള്ളാവുന്ന ആൺകൊച്ചുങ്ങളൊക്കെ കണ്ട് എന്തായി ഏതായി എന്നൊക്കെ അന്വേഷണം പറഞ്ഞെങ്കിലേ എന്റെ ദൈവമേ എനിക്ക് വയ്യ. എന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ എങ്ങനെന്നറിയോ? ഞങ്ങൾക്കറിയോടോ? കൊച്ചിനെ നിനക്കറിയോ? ശനിയാഴ്ചയും ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോയതാ. വേലപ്പനാരി കണ്ടു. നാരായണപ്പറ്റിയോട് ചോദിച്ചു. നാരായണപ്പറ്റി ആ പട്ടുപാവട കൊടുത്തിരിക്കുന്ന പെങ്കൊച്ചേതാ? നീ എന്റെ ദൈവമേ എനിക്ക് വയ്യ. നാരായണപ്പറ്റി പറഞ്ഞു, അറിയില്ലേ വേലപ്പനാരെ, നന്ദാവനത്തിലെ കൃഷ്ണൻ നായരുടെ മകളാണെന്ന്. വേലപ്പനായക്കും നാരായണപ്പറ്റിയും വന്ന് ചായ കുടിച്ച് പക്കോടെ നിന്ന് അമ്മയെ കണ്ട് കല്യാണം കഴിച്ചു. എന്റെ ദൈവമേ എനിക്ക് വയ്യ. അതുപോലെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കേട്ടണ്ടേ? എന്തൊക്കെ പറയുന്നത് പല ബോധമുണ്ടോ? അമ്മേന്നോ? ആരാണ് നിന്റെ അമ്മ? ഏതാണ് നിന്റെ അമ്മ? 19 വയസ്സുള്ള ഒരു പെങ്കച്ചിനെ കയറി അമ്മേന്ന് എന്റെ ഈശ്വരന്മാരേ ഇവര് കൊടുത്തേക്കണേ. എന്തോടാ വീട്ടിൽ നോക്കി കണ്ടിരിക്കുന്നത്?
19 വയസ്സുള്ള ഒരു പെങ്കുച്ചിനെ കയറി അമ്മേന്ന്. ജാനകി, അതാ അപ്പം നന്നായേ. ആരോടോ ജാനകി? ആരോടോ ജാനകി? നന്ദാവനത്തിലെ സുഭദ്രയാണോ ഞാൻ? അല്ല, ഞാൻ എന്റെ ജാനകിയ. അത് നമ്മുടെ മുൻ വിജയൻ. വെറുതെ അവനെ എന്നെയും വിഷയിപ്പിക്കാനായി ഇയാളകത്തേക്ക് പോയേ. അപ്പൊ കൃഷ്ണൻ അമ്പലത്തിൽ പോകണ്ടേ? പോകാം, ഞാൻ കൊണ്ടുപോകാം. മോന് വിശക്കുന്നില്ലടാ? നമുക്ക് അമ്മയെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ടാ. വേണ്ട, മരുന്നൊക്കെ കൊടുക്കുന്നില്ലേ? എന്നാലും ഇതൊക്കെ കണ്ട് ആ, അമ്മയോട് പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത മകൾ അറിയുന്നോ അമ്മയുടെ ഈ ദുരന്തം? 10ാം ക്ലാസ്സില ക്രിസ്മസ് പരീക്ഷയ്ക്ക് കുട്ടിക്ക് മാർക്ക് കുറവാണെന്ന് അധ്യാപകൻ പറഞ്ഞപ്പോ അമ്മ മകളെ ഒന്ന് ശാസിച്ചു, 2 അടി കൊടുത്തു. അതിന് മകള് ചെയ്തതെന്താ? അമ്മയോട് പ്രതിഷേധിച്ച് കയറി അങ്ങ് തൂങ്ങി. വിശ്വസിക്കാനും പൊരുത്തപ്പെടാനും ആവാതെ ആ അമ്മ മനസ്സ് കലഹിച്ച് അവളിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി. ആർക്ക് കഴിയും അത് മടക്കി കൊടുക്കാൻ? ഏത് ഡോക്ടർക്ക്? നൊന്തു പെറ്റ് സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ അമ്മയ്ക്ക് മകളെ ഒന്ന് ശാസിക്കാനോ 2 അടി കൊടുക്കാനോ അവകാശമില്ലേ? ബോധ്യങ്ങൾ നഷ്ടപ്പെട്ട മനസ്സാ മക്കളെ അത്. നമ്മൾ അതിനോട് കലഹിച്ചുകൂടാ. നമോവാഹം. ഓം ജനം ജനസമൃദ്ധ പ്രചണ്ഡ ധനനാശ നഷ്ട കൃഷ്ണകൃമി പീഡ പരിലാഹ പീഡനമഹ നീ പ്രതിയാഹ പട്ടിണി പരിവട്ട സംതൃപ്തസ്യ ചീമാട്യായ വാർത്താസസ്യ അയ്യപ്പാസക വിശാലസ്യ പുറത്തു വന്നകോ കാശു പോയസ്യ കഠോരകഠിനം പായസസ്യ കഷ്ടം നിന്നിടം കുഴിക്കും കൂടസ്യ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. മന്ത്രം ജപിച്ച രൂപാട് വന്നുപോയി. രാഘവനല്ലേടാ? രാഘവനോ? പൂർവാശ്രമം മുഴുവൻ മറന്ന ഒരു രോഗിയാണ് ഞാൻ. യോഗിയാണ് ഞാൻ. സ്വാമി നീലാംബര തിരുവടികൾ. ദൈവമേ, ഇവനും വട്ടായ. എന്റെ അളിയ ഭൂമിക്ക് മുഴുവൻ വട്ട. ഒരു ഗോളാകൃതിയാണ് ഭൂമിക്ക്, വട്ടിന്റെ ആകൃതി. ആ ഗോളാകൃതി മാറ്റാൻ നിയോഗിക്കപ്പെട്ട സിദ്ധനാണ് ഞാൻ. സ്വാമി നീലാംബര തിരുവടികൾ. കണ്ടോളിയ, ഞാൻ തൊട്ടാൽ തൊടുന്നിടം വെളുക്കും. അട്ടെ, അളിയൻ ഇപ്പോഴും പഴയ LP സ്കൂൾ ഹെഡ്മാസ്റ്റർ തന്നെ. എനിക്ക് ഞാൻ പറഞ്ഞേക്കാം മക്കളെ, നിനക്ക് മനസ്സിലായില്ലേടാ? നിന്റെ അമ്മാവനാ. എടാ, നിന്റെ അമ്മയുടെ ആങ്ങള രാഘവൻ. ഇവനെ മനസ്സിലായില്ലെന്ന് തോന്നലിയ. എടാ, നിന്റെ അമ്മയുടെ സ്വന്തം സഹോദരൻ നീലാംബരൻ. വീട്ടിൽപ്പെട്ട സാധനങ്ങളൊക്കെ മോഷ്ടിച്ചതിനെ തന്ത ചോദ്യം ചെയ്തപ്പോ അങ്ങേർക്കിട്ട് അടി കൊടുത്തിട്ട് നാട് വിട്ടതാ. അന്ന് മുങ്ങിയതാ, പിന്നെ പൊങ്ങുന്നതേ പുതിയൊരു അവതാരവുമായിട്ട്. സ്വാമി നീലാംബര തിരുവടികൾ. അതെ. അളിയ, ഞാൻ അച്ഛനെ അടിച്ചിട്ടില്ല അളിയ. അച്ഛനെ ഒട്ട് അടിക്കത്തുമില്ല. അച്ഛന്റെ ദേഹത്ത് ഒരു പിശാച് വന്നു പോകുമായിരുന്നു. ആ പിശാചിന്റെ പടലി കിട്ടി ഞാനൊന്ന് കൊടുത്തു. ഓ, ആ അടി ഒരടിയായിരുന്നു അളിയ. ആട്ടെ മക്കളെ, നിനക്കെന്തോടാ പണി? അയ്യോ കഷ്ടം, ഈ അമ്മാവന് നിന്റെ കൂടെ ഉണ്ട്. നീ കൈകൾ നീട്ടു. ഓം കൃത കീട പീഡ പ്രണനാശ നഷ്ട കൃഷ്ണകൃമി പീഡ. ശുദ്ധമായ ഗോമൂത്രത്തിൽ ചാലിച്ച് കഴിച്ചോളൂ. അളിയ, ദൈവം എന്നെ പ്രസാദിച്ചളിയ. ഞാൻ അന്തരീക്ഷത്തിലേക്ക് കൈവാക്കിയാൽ വരും. ഭസ്മം മാത്രമാക്കുന്ന എന്തിനാ? അരിയും ഉപ്പും മുളകും ഒക്കെ അന്തരീക്ഷത്തിൽ എടുത്താ പോരെ? അതിന് ദൈവം മേലിൽ മാവേലി സ്റ്റോർ നടത്തുന്നില്ല. വ്യാജസ്വാമിമാരെയൊക്കെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ ഇവിടെ നിന്ന് നീ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ രാഘവ, എവിടെ പോയിട്ടാ? രാഘവ, അളിയ, ഞാൻ വ്യാജനല്ല. അങ്ങ് ഉളക്കതാണ്ടി പാറയുടെ മുകളിലിരുന്ന് ഞാൻ തപസ് അനുഷ്ഠിക്കുമ്പോൾ എന്റെ തലയിൽ ഒരു വെള്ളിടി വെട്ടി. നമ്മൾ എന്തോ അളിയ പറഞ്ഞോണ്ട് വന്നത്? നിന്റെ തലയ്ക്ക് വെളിവില്ലെന്ന്. അതെ, എനിക്ക് വെളിവില്ല. അതല്ല, എനിക്ക് വെളിപാടുണ്ടായി. എന്നാലും ഈ സമയത്ത് ഇങ്ങനെ ഒരു കഷ്ടകാലം കൂടി ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ, ഇത് ഞാനും പ്രതീക്ഷിച്ചില്ല അളിയ. എന്റെ മക്കളെ, അമ്മാവനിരുന്ന്
ഞാനിരുന്ന് തപസ് അനുഷ്ഠിക്കുമ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി. ഞാൻ ഇവിടെ വരണമെന്നും എന്നെ കൊണ്ട് ഇവിടെ ആവശ്യമുണ്ടെന്നും. നീ എന്റെ കൂടെ നിന്ന് തന്നാ മതി. നിന്റെ കണ്ണ് തെളിയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കണ്ണ് തെളിയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി അമ്മാവനെ കാണാൻ പലരും കൂടെ വരും. നീ എന്റെ കൂടെ നിൽക്കണം. നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിന്നെ ഞാൻ എന്റെ മാനേജർ വരെ ആക്കി കളയും. സ്വാമി നീലാംബര തിരുവടികളാ പറയുന്നത്. ഏതാണ് മക്കളെ ഈ പെൺകുട്ടി? അയ്യോ, ഇതെന്റെ ജാനകി ചേച്ചിയില്ലേ? എന്റെ മക്കളെ നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയടാ? അമ്മയ്ക്കൊന്നും മനസ്സിന് നല്ല സുഖമില്ല. അയ്യോ, അത് വന്നപ്പോ മനസ്സിലായി. അമ്മയ്ക്ക് ആളെ മനസ്സിലായോ? ഇവൻ കള്ളനാ. അതെ. എന്റെ പൊന്നിയാച്ചി കണ്ടോ, വെറുതെ അല്ല എനിക്ക് ഉൾവിളി ഉണ്ടായത്. ഞാനിവിടെ വരണമെന്നും എന്നെ കൊണ്ട് ഇവിടെ ആവശ്യമുണ്ടെന്നും. എന്റെ മക്കളെ, നിന്റെ അമ്മയെ ഞാനൊന്ന് ഗവനിച്ചോട്ടേടാ. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പണിയായിരിക്കില്ല അത്. എന്റെ അളിയാ, ഞാൻ നിസാര പുള്ളിയല്ല. ഇതിനേക്കാൾ വമ്പൻ പാർട്ടിയെ ഞാൻ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട്. അളിയാ, ഞാൻ പെങ്ങളെ ഒന്ന് ഗവനിച്ചോട്ടെ. ഇത് പ്രേതമാണ് തന്നെ. പ്രേതമാണ് തന്നെ. ഇങ്ങോട്ട് മാറിക്കാം. പെങ്ങളെ, ഞാനൊന്ന് തലയ്ക്ക് പിടിച്ചോട്ടെ. തലയ്ക്ക് പിടിക്കാൻ ഞാൻ കണ്ണു പിടിച്ചിട്ട് നിൽക്കോടാ. കണ്ണുകൾ അടയ്ക്കൂ. ഒരു കണ്ണ് ഇറുക്കാനല്ല, അടയ്ക്കാനാ പറഞ്ഞത്. ഓം. ഇനി ആർക്കും എന്ത് ചോദിക്കാം. എന്നെ ഇട്ട് പരീക്ഷിക്കരുത്. ആർക്കും സംശയമില്ലേ? ചോദിച്ചോളൂ. അളിയന് ചോദിക്കാം, പെങ്ങൾക്ക് ചോദിക്കാം, അനന്തരവന് ചോദിക്കാം. 126 16 എത്രയാടാ പറയണ? എന്നെ ഇട്ട് പരീക്ഷയ്ക്കിരുത്തരുത്. കണക്ക് വേണ്ടളിയാ, സയൻസ് മതി. സയൻസ്. എന്റെ മോളെങ്ങനെയാ മരിച്ചത്? എന്റെ മോളെങ്ങനെയാ മരിച്ചത്? എന്റെ മോളെങ്ങനെയാ മരിച്ചത്? എന്റെ മോളെങ്ങനെയാ മരിച്ചത്? ഒന്നുകിൽ ഭ്രാന്താശുപത്രി കൊണ്ടുവരണം, അല്ലെങ്കിൽ ചങ്ങലക്കിടണം. ഇത് രണ്ടും പറഞ്ഞ അച്ഛൻ കേൾക്കില്ല. എന്റെ അളിയാ, ഞാൻ നിസ്സാര പുള്ളിയല്ല. നിസ്സാര സംഗതി മതി. ചങ്ങലക്കിട്ടല്ലേ? ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. എനിക്കത് പറ്റില്ല മോനെ. ഈശ്വരൻ നീണയായി തുണയായി തന്ന പെണ്ണ. മനോനില തെറ്റും വരെ എന്റെ പാകം നോക്കി ഒപ്പം നിന്നവൾ. അവൾ ഇങ്ങനെയൊക്കെ ആയ സംരക്ഷിക്കാതെ. ഭ്രാന്തിയല്ല, നിന്റെ അമ്മയാ. മകളുടെ പ്രതികരണം സമനില തെറ്റിച്ച മനസ്സാ അമ്മയുടേത്. നിന്റെ പ്രതികരണം അവൾക്ക് മരുന്നാകണം. ജീവിതം കൊണ്ട്, സ്നേഹം കൊണ്ട് സമനില തെറ്റി അമ്മയുടെ മനസ്സിനെ വീണ്ടെടുക്കേണ്ടത് നീയാ. ഹലോ ഹലോ ഹലോ. അതെ, ശരി സാർ, ഞാൻ ഉടനെ എത്താം സാർ. ഓക്കെ സാർ. അച്ഛാ, ആദിശേഷൻ സാറ്, ഞാൻ ഉടനെ ചെല്ലണമെന്ന്. എനിക്ക് ജോലി ചെയ്യാനുണ്ടെന്ന്. നിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണും. ഒരു പക്ഷേ ഇത് ജീവിതത്തിലേക്കുള്ള വിളിയാകും. ധൈര്യമായിട്ട് പോ മക്കളെ. ഇത് ഭാഗ്യത്തിലേക്കുള്ള വിളിയാ. എന്റെ അളിയാ, ഇവിടെ സാധനം വെച്ചാൽ കാണത്തില്ലല്ലോ. എന്താ ഇത്? അത് കൊള്ളാമല്ലോ. ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞാ മതി. എന്നെ കള്ള പറഞ്ഞു. അളിയൻ പിന്നെ എന്തോ നോക്കിക്കാം. അല്ലെ, അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. ആദിശേഷൻ ഗ്രൂപ്പിന്റെ ചെയർമാനെ കാണാനല്ലേ പോയിരിക്കുന്നത്. അവൻ എവിടെയാണെന്ന് എന്താണെന്ന് ഒരു പിടിയില്ലെന്ന്. എന്റെ അളിയ വിളിപ്പിച്ചേതായാലും ഉള്ളി തൊലിക്കാനൊന്നും അല്ലല്ലോ.
ഈ നാട്ടിലും മറുനാട്ടിലുമായിട്ട് ധാരാളം സ്ഥാപനങ്ങളുള്ള എവിടെ ആയെങ്കിലും എന്താ ഇവിടെ ഫോൺ ഇരിക്കല്ലേ, അവനൊന്ന് വിളിച്ചാലെന്താ? അതാ ഞാൻ പറഞ്ഞത്, ആമ്പിള്ളേരായാലും ആഗസ്റ്റ് 15 വരണമെന്ന്. എവിടെ അവരെ സ്വാതന്ത്ര്യത്തിൽ വരണമെന്ന്. ഉദാഹരണത്തിന് ഞാൻ രക്ഷപ്പെടാൻ കാരണം എന്താ? നീ രക്ഷപ്പെട്ടെന്ന് ആര് പറഞ്ഞു? അത് ശരി. അപ്പൊ ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അളിയനെന്റെ ശക്തി അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഞാനൊന്ന് ഗവനിച്ചാലുണ്ടല്ലോ. പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്. നീ ഈ വീടിനും നാടിനും ഒക്കെ ഒരു കൊള്ളരുതാത്തവനായിരുന്നു. അയ്യോ, വാൽപ്പിയെ തൊട്ട് കളിക്കുന്നത്. പിന്നെ തന്റെ പച്ചമ്പിയല്ലേ വാൽപ്പി? ആദി കവി. ആന്നേ. അതിന് മുമ്പ് ആരായിരുന്നു? കൊള്ളക്കാരൻ പിടിച്ചു പറിക്കാൻ. അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അധ്യാപകനല്ല, അധ്യാപകൻ. അങ്ങ് പാട്ടവൻ പറയുടെ. നീ നേരത്തെ ഈ മലയ്ക്ക് മറ്റൊരു പേരാണല്ലോടാ പറഞ്ഞു. എനിക്ക് 7 വെളിപാടുണ്ടായി. 7ാമത്തെ വെളിപാടുണ്ടായി അങ്ങ് എഴുമലയിൽ വെച്ച്. ഓ, അങ്ങനെയായിരിക്കും ആ മലയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നു. അതെ. അളിയ ആക്കരുത്, ആക്കരുത്. അളിയൻ എന്റെ ശക്തി അറിയാൻ വേണ്ടിട്ടാ. ആറ്റിങ്ങലുള്ള ഗോമതിയെ ഞാൻ ശപിച്ചപ്പോൾ വെഞ്ഞാറമുട്ടിലെ ലില്ലിക്കുട്ടിക്കാണ് ഏറ്റത്. അളിയനാണെന്ന് ലോകത്ത് കരുതി കൊണ്ട് ശക്തി ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചപ്പോ. പണ്ട് മുതലേ അധ്വാനിച്ച് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? എന്റെ അളിയ, യോഗികളുടെ ആയുധം അധ്വാനമല്ല, ബുദ്ധിയാ. അളിയൻ എന്റെ കുണ്ടലിനി കണ്ടിട്ടുണ്ടോ? ഞാനതെങ്ങനെയാടാ കാണുന്നത്? അതല്ല അളിയ, എന്റെ ഈശ്വര പരീക്ഷിക്കാൻ ഒരു അവസരം തരൂ. സ്വാമിയെ, ശരണമയ്യപ്പോ. തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ മകളുടെയും ജാനകിയുടെയും കുറച്ച് പൊന്നും പൊടിയൊക്കെ അത് തലമാരിൽ ഇരിപ്പുണ്ട്. അതും മോഷ്ടിച്ചെടുത്തോണ്ട് തെക്കോട്ടോ വടക്കോട്ടോ വിട്ടുകളായിരുന്നു. അത് ശരി. അപ്പൊ അളിയൻ എന്നെ പറ്റി അങ്ങനെ ധരിച്ചു വെച്ചിരിക്കും. ആ, മുൻ പരിചയമുള്ളതുകൊണ്ട് പറഞ്ഞതാ. എടാ, 1ാം വിരുന്നിന് വന്ന എന്റെ പോക്കറ്റ് അടിച്ചതല്ലേടാ നീ? ഇല്ലേടാ, ഓർമ്മയുണ്ട്? മനസമാധാനത്തൊന്നും ജീവിക്കാമെന്ന് വിചാരിച്ചോ? ഈ വേഷം അല്ലാതെ നിന്നിൽ എന്താ ഉള്ളത്? ആ പാണ്ഡവൻ പറയുടെ മുകളിൽ മനസമാധാനത്തോടെ നിന്ന് തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഞാനാ. അപ്പോഴാണ് ആ സ്വാമിമാരെ എല്ലാം പിടികൂടുന്നത്. പോത്ത് സ്വാമി, സന്തോഷമാധവൻ, ഇവന്മാരെയല്ല. ടിവിക്കാർ തിരക്കി വന്നപ്പോ ഞാനൊന്ന് മുങ്ങി. പിന്നെ പൊങ്ങുന്നത് എല്ലാം ഒന്ന് ആറ് തണുത്തതിന് ശേഷമാണ്. ഇനി ഏതായാലും എവിടെങ്കിലും ഒരു ആസ്ഥാനം ഉണ്ടാകും. എന്റെ മകൻ എവിടെയാണെന്ന് നിനക്ക് വലിയ വിവരമുണ്ടോ? നീ വലിയ വെളിപാടും വഴിപാടും ഒക്കെ ഉള്ള ആളല്ലേ? ഒന്ന് പറ. അറിയാ, 1/2 മണിക്കൂറിനകം അവനിവിടെ സ്വയം വണ്ടി ഓടിച്ചെത്തിച്ചേരും രാജകീയമായി. വെറുതെ വിടുവാ, ഇത്തരം പറയല്ലേ മോനെ. അളിയ, വിടുവായല്ല, സത്യമാണ്. പിന്നെ ഞാനിവിടെ വന്ന ഊരം എന്റെ പഴയ ചില ഏജന്റുമാരെ അറിയിച്ചിട്ടുണ്ട്. അവര് മുഖേന ചിലർ എന്നെ കാണാൻ വരും. ഇത്തിരി ചില്ലറ വെക്കുന്ന കേസാ. അളിയനൊന്ന് കണ്ണടയ്ക്കണം. ജാനകി, കഞ്ഞിയൊക്കെ കുടിച്ചാടോ? ഇന്നെന്താ ടൂറൊന്നും പോകണ്ടേ എനിക്ക്? മകനെ കാണാത്തത് കൊണ്ടാവും ഈ നിശബ്ദത. അതല്ലളിയ, ഞാനിവിടെ വന്നതിന്റെ മാറ്റമാണ്. ചില ദിവസം അവൾ ഇങ്ങനെ ശാന്തമായി. പെങ്ങളെ, പെങ്ങൾ, എന്നെ ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട് അളിയ, മറന്നിട്ടില്ല. ഇനി കൂടുതൽ ഓർമ്മിപ്പിച്ച കുഴപ്പമോ, ഞാനങ്ങ് പോകുക. ജാനകിയെ, നമ്മുടെ മോനെ വലിയൊരാൾ വിളിച്ചേക്കുക. അവന് വലിയൊരു ജോലി കിട്ടുകയുള്ളൂ. അതിന് അയാൾ പോയേക്കോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ പേരായിരുന്നില്ലേ മക്കളെന്ന്? ജാനകി, എന്തെങ്കിലും ഒന്നും ഇല്ലടോ. എന്തിരിപ്പായി എന്റെ ജാനകിയല്ലേ, ഞാൻ എന്തെങ്കിലും ഒന്നുമുണ്ട്. മോളെന്താ സ്കൂളിൽ നിന്ന് വരാത്തേ? പെൺകുട്ടിയല്ലേ? വൈകുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേ? കാലം നല്ലല്ല, പെൺകുഞ്ഞുങ്ങളെ കൊത്തിപ്പറിക്കാൻ ഇവിടെ കഴുകന്മാരിപ്പുണ്ട്. പോയി നോക്കിട്ട് വാ, അച്ഛനെ പോയി നോക്കിട്ട് വാ. അതെങ്ങനാ? വൈകി വന്നാലും പഠിച്ചില്ലെങ്കിൽ അച്ഛനൊന്നും പറയത്തില്ലല്ലോ. പെൺകുഞ്ഞുങ്ങളെ തല്ലിച്ചിടണോ? വേണ്ട വേണ്ട, അയ്യോ മക്കളെ തല്ലല്ലേ. നമ്മുടെ മോൾ വരാൻ സമയമാകുന്നതേ ഉള്ളൂ. ശരിയാ, ക്ലോക്കിലേക്ക് നോക്കി 6 മണി കഴിഞ്ഞു. പോയി നോക്കിട്ട് വാ, പിള്ളേരോട്ട് കളിച്ചോണ്ടിരിക്കാണ്. ഞാൻ പോകാം, വേഷം ഒന്ന് മാറിയിട്ട്. വേഷം മാറിട്ടെ എളുപ്പം പോയി നോക്കിട്ട് വാ. ഞാനൊരു കൊച്ചു വടി കൊണ്ട് ഇവിടെ കാത്തിരിക്കുന്നത്. ഞാനേ സ്വാമികളെ,
സ്വാമികളെ ആരാ ആരാ റബ്ബേ നമ്മളെ കുഞ്ഞാമല് സ്വാമിയെ കാണാൻ വന്നതാണല്ലേ? അതെ. അവൻ ചത്തുപോയി. എപ്പോ പടച്ചോനെ എപ്പോ? സ്വാമികള് നിങ്ങൾ മയ്യത്തായിപ്പോ പടച്ചോ പറഞ്ഞതേ ഉള്ളു. ആ പടച്ചവനും നാം തന്നെ. എല്ലാം മായയാണ് മക്കളെ. എന്താ സ്വാമികളെ? നാം ധ്യാനത്തിലാണ്. എന്റെ കയ്യിലേക്ക് ദക്ഷിണ വെക്കൂ. ഇന്ത്യൻ കറൻസി എത്രയാണോ? കനം കൂടിയാൽ ഗുണം വർദ്ധിക്കും. എത്ര ഉണ്ടത്? 500 രൂപ. 500 നമ. ഇന്ത്യൻ കറൻസിയായ നമ. ഇനിഞ്ഞുള്ളരുത്. എന്താ ഒന്നുമില്ല, ഞാനിവിടെ പറഞ്ഞതാ. നീ തന്ന ഈ 500 രൂപ കൊണ്ട് ഞാൻ ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ പോകുന്നു. കണ്ണുകൾ അടച്ചു നിൽക്കൂ. ഞാൻ പറയാതെ കണ്ണു തുറക്കരുത്. 500 രൂപ കൊണ്ട് നാം സൃഷ്ടിച്ച മത്സ്യേ അമ്പലത്തിൽ പോകണ്ടായോ? ഓം 500 രൂപ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച മത്സ്യേ ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ഇനി കണ്ണുകൾ തുറന്നോളൂ. ഓം നമ്മളെന്തായി കാഴ്ച കാണുന്നത്? സ്വാമി നമ്മളെ കാലിലൊന്ന് തൊട്ട് പോകരുത്. നാം 500 രൂപ കൊണ്ട് സൃഷ്ടിച്ച മത്സ്യേ അകത്തേക്ക് പോയിക്കൊള്ളൂ. സ്വാമി നീ ഒരു 1000 രൂപ എന്റെ കൈവെള്ളയിൽ വെച്ചിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ഒരു ആനയെ സൃഷ്ടിച്ചു തന്നേനെ. നമ്മള് കുഞ്ഞാമറ് സ്വാമിയെ കാണാൻ വന്നതാ. മിണ്ടിപ്പോകരുത്. എന്നെ കാണാൻ വരുന്നവർക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. ഞാനിവിടെ വലിക്കാനിരിക്കല്ല, സാമിയാ. എന്റെ ദൈവമേ, എന്റെ പെങ്ങൾ ഇപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. ഓം കുഞ്ഞാമ് അല്ലേ? അതെ. ഭാര്യ കുഞ്ഞാമിന. അതെ. 3 മക്കൾ. അതെ. മൂന്നാമൻ ബഷീറിനെ പറ്റി വിവരങ്ങൾ അറിഞ്ഞിട്ട് 4 വർഷമായി. അതെ അതെ അതെ. അവൻ എവിടെ ഉണ്ടെന്നും എന്ന് വരുമെന്നും നമുക്കറിഞ്ഞാൽ കൊള്ളാം. 8നും 10നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ മനസ്സിൽ വിചാരിച്ചു. 9 അല്ലേ? എല്ലാം നാം അറിയുന്നു. ഒരു പൂവിന്റെ പേര് പറയൂ. താമസിയാതെ നീ ചെറുപ്പറയി വെക്കും. അവൻ എന്ന് വരുമെന്നും അങ്ങ് ഖണ്ഡകാർ വിമാനത്താവളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് വശത്തായിട്ട് തെക്ക് പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റിൽ ബഷീർ ഒരു പാലം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ അവന്റെ കയ്യിൽ 14-15 സ്പാനർ ഉണ്ട്. എനിക്ക് അവനെ കാണാൻ പറ്റുമോ സ്വാമി? വണ്ടിക്കൂലി മുടക്കി ഖണ്ഡകാർ ചെന്നാ കാണാം. ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? അതിന് ജ്ഞാനക്കണ്ണ് വേണം. അത് എനിക്ക് കിട്ടുമോ സ്വാമി? നിനക്ക് മാലക്കണ്ണ് കിട്ടും. സ്വാമി എന്ന് വരുമെന്ന് പറഞ്ഞാൽ 2011 ഫെബ്രുവരി 31-ാം തീയതി ബഷീറും കുഞ്ഞാവും തമ്മിൽ ആഹാരം കഴിക്കുന്നത് നാം കാണുന്നു. നെയ്ച്ചോറെ. സ്വാമി വരുമോ? ഡേറ്റ് മറക്കരുത്. അന്ന് നെയ്ച്ചോറ് തന്നെ വെക്കണം. സ്വാമി വരുമോ? അന്ന് ഞാൻ എവിടെ ആയിരിക്കുമെന്ന് ഒരു പിടിയില്ല. ഈ കണക്കിന് പോയാൽ നിന്റെ കാര്യം. അയ്യോ അളിയൻ സ്വാമി, രോഗികളോട് ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ലല്ലേ? സ്വാമി എനിക്ക് സമാധാനമായി. ഭസ്മം എറിഞ്ഞപ്പോ എനിക്കും സമാധാനമായി. ഞാൻ എന്താ തരേണ്ടത്? തിരികെ പോകാനുള്ള വണ്ടിക്കൂലി വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ കൈവെള്ളയിലേക്ക് വെച്ചേക്കൂ. ഓം ഓം. എന്താണോ ഇത്ര താമസം? ദീർഘസുമംഗലി ഭവ. ഉരിയാടാതെ തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോളൂ. ദീർഘസുമംഗലി ഭവ. ദീർഘസുമംഗലി ഭവ. എന്റെ അളിയ എവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്റെ പഴയ ഒരു ഏജന്റാ. ഇവനെ പറ്റിയുള്ള സർവ്വ ഡീറ്റെയിലിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ഉടായ്പകളൊക്കെ അങ്ങ് പറയും. തരികിടയാണല്ലേ? ചില തരികിടയൊക്കെ അങ്ങ് വലിക്കും അളിയാ. ഏതായാലും എന്റെ പെങ്ങൾ വന്നത് കൊണ്ട് 500 രൂപയുടെ ഒത്ത് എന്നെ പോലെ അങ്ങ് കൊടുക്കില്ല. ഏതേടാ വണ്ടി? അദ്ദേഹത്തിന്റെ. അപ്പൊ ഡ്രൈവർ പണി കിട്ടിയല്ലേ? പൊയ്ക്കോണോ അവിടുന്ന്? അദ്ദേഹം തന്നതാ മൊബൈൽ. ഹലോ, വെച്ചേക്കട്ടെ. വെച്ചോളാൻ പറഞ്ഞു.
മൊബൈൽ ഇല്ല, വണ്ടി ഇല്ല എന്നുള്ള പരാതി ആയിരുന്നില്ലേ നിനക്ക്? അപ്പൊ എന്താ നിന്റെ ജോലി? അതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പോയാൽ താമസിയാതെ ഒരു പണി അയാൾ നിനക്ക് തരും. നിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി അദ്ദേഹം നിനക്ക് തരും. അമ്മ നിന്നെ കാത്തിരിക്കുക. അമ്മ അമ്മാവൻ പോവുക. വേളിയ ഒരു മിനിറ്റ്, ഈ പൈസ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് ഞാൻ ഉടനെ ഇനി വരും. ജാനകിയേ, നമ്മുടെ മോന് ജോലി കിട്ടി. എനിക്ക് എന്താ പെണ്ണെന്നേ? അമ്മയ്ക്ക് എന്താ വേണ്ടേ? അതെ, എന്നെ കേട്ടു. പിന്നെന്താ? എവിടെ കൊണ്ടുപോകും? അമ്മയ്ക്ക് എവിടെ പോണം? അമ്പലത്തിൽ കൊണ്ടുപോകും. പിന്നെന്താ? ഇന്ന് വാടാ. മോനെ പതുക്കെ ഓടിക്കടാ. അമ്മ നനങ്ങാതിരുന്നേ. അമ്പലത്തിലെത്തായോ? ഇപ്പോഴെത്തും. നോക്ക്, പുഴ കണ്ടോ? മോനെ ഈ വണ്ടിക്കകത്ത് പാട്ടില്ലടാ. എടാ പാട്ടില്ല ചേർക്കാം. അമ്മ നനങ്ങാതിരുന്നു. എടാ പാട്ടിട്ടേ. നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. ഏറെ ഇഷ്ടപ്പെടുന്നവര് ഞാൻ ഒപ്പം നിർത്തും. വിശ്വസ്തരാ, നീ മിടുക്കനാ, എനിക്ക് ഇഷ്ടമായി. എന്റെ ഭാഗ്യം. മദ്യപിക്കോ? ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. സമയമുണ്ടല്ലോ. അമ്മയ്ക്ക് സുഖമില്ലേ? സഹോദരിക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. 14 വയസ്സുള്ള പെൺകുട്ടി അമ്മ അടിച്ചതിന് തൂങ്ങിച്ചാവും. വിജയ, ഞങ്ങളൊരു നല്ല തുക എല്ലാ വർഷവും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കി വയ്ക്കാറുണ്ട്. സർ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നോട് കരുണ കാണിക്കും. എന്നെ വിശ്വാസമാണ്. തീർച്ചയായും. ഞാൻ പറഞ്ഞാൽ എന്തും അനുസരിക്കുമോ? സർ, ദാരിദ്ര്യവും ഏറെ ജീവിത ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ നിനക്കൊരു ജീവിതം തരും, സൗഭാഗ്യങ്ങളുടെ ജീവിതം. നീ ആഗ്രഹിക്കുന്നതിനും അപ്പുറം, സ്വപ്നം കാണുന്നതിനും അപ്പുറം. പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ എന്തൊരു വിഡ്ഢി! 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് പ്രണയിച്ചിട്ടുണ്ടോ? മണ്ടൻ 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 മണ്ടൻ. വിജയ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അതായിരിക്കും നിന്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഇതാരാണെന്ന് അറിയുമോ? അറിയും. റോസ്മേരി, പ്രശസ്ത സാമൂഹിക പ്രവർത്തക, കവയിത്രി. നമ്മുടെ തെങ്ങണ പ്രോജക്റ്റിനെതിരായ സമരത്തിന് നേതൃത്വം നൽകുന്നവർ. എത്രയും പെട്ടെന്ന് നീ ഇവളുമായി ചങ്ങാത്തം കൂടണം. ഏറ്റവും അടുത്ത സുഹൃത്ത്, വിശ്വസ്തൻ. അവൾ നിന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണം. സർ, അവൾ വളരെ ബ്രില്യന്റ് ആയ ഒരു ഫെമിനിസ്റ്റ്. അതുകൊണ്ട് റിസ്ക് കൂടും. നീ ബുദ്ധിയുള്ളവരാ, നിനക്കതിന് കഴിയും. അതിന് തെങ്ങണ സമരത്തിൽ നീ അവളുടെ പക്ഷം ചേരും. മനസ്സിൽ ഒരിക്കലും കൈമോശം വരാത്ത തന്ത്രം സൂക്ഷിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന്, വളരെ വേഗത്തിൽ. ഓക്കെ? ഇതിൽ നീ വിജയിച്ചാൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. സർ, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്. അപ്പൊ സംഗതി എളുപ്പമായില്ലേ? റോസ്മേരി. വിജയനോ? അതെ, വിജയൻ ഇവിടെ തന്നെ കാണാമെന്നതാണ്. അന്നത്തെ പരാജയത്തിന് ശേഷം നമ്മളിങ്ങനെ അടുത്ത് കാണുന്നത് ഇന്ന. വിജയൻ അതൊന്നും മറന്നില്ലേ? മറക്കാനൊക്കെ. അന്നത്തെ ക്യാമ്പസ് ഹീറോയും ഇന്ന് പത്രങ്ങളിലും വിഷ്വൽ മീഡിയാസിലും നിറഞ്ഞു നിൽക്കുന്ന സമര നായിക. റിയലി റോസ്മേരി, ഞാൻ അഭിമാനിക്കുന്നു. വിജയൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നു. ഒരു സത്യം പറയട്ടെ, ഞാനിപ്പോ റോസ്മേരിയുടെ ഒരു ആരാധകൻ. സാമൂഹിക പ്രശ്നങ്ങളിൽ തന്റെ ഇടപെടലുകളോട്, തന്റെ കവിതകളോട്, ലേഖനങ്ങളോട് ഒക്കെ എനിക്ക് മനസ്സുകൊണ്ട് ആരാധന.
അറിവുകെട്ട അത്ഭുതമാണ് ആരാധന എന്ന് പറഞ്ഞത് വിവരമുള്ള ഒരാളാണ്. മുൻപരിചയം ഉണ്ടെങ്കിലും റോസ്മേരിയോടത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അകന്നു നിന്ന് ആരാധിച്ച ഒരാളെ അടുത്ത് കാണുമ്പോഴുള്ള ഒരു അവിശ്വസനീയത ഉണ്ടല്ലോ. എങ്ങനെ റോസ്മേരിക്ക് ഇങ്ങനെയാകാൻ കഴിയും? ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഈ ചെറുപ്രായം. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുള്ളു കിടക്കുന്നു. അത് കാലിൽ തറയ്ക്കാതെ മാറിപ്പോകുന്നത് സ്വാർത്ഥമായ മിടുക്ക്, അത് എടുത്തു മാറ്റുന്നത് നിസ്വാർത്ഥമായ മനുഷ്യത്വം. അത്രേ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. എനിക്കും റോസ്മേരിയോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്താക്കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. എന്റെ സമര വഴികളിലെ ചങ്ങാത്തം അപകടം നിറഞ്ഞതാ. ഭയമില്ല. എന്തിന്? വിജയനെ പോലെ എത്ര നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതൊരു ബലമല്ലേ? പിന്നെ അതിന് പേടിക്കണം. വീണ്ടും കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. വരട്ടെ. ഇരുൾ വീണൊരിടവഴിയിൽ എവിടെ വെച്ചാരെന്റെ ചെറുകൈ വിളക്ക് എറിഞ്ഞുടച്ചു. മാതൃഭൂമിയിൽ വന്ന തന്റെ കവിത ഞാൻ വായിച്ചു. ഈ കയ്യിലും മനസ്സിലുമുള്ള വെളിച്ചം ആരും എറിഞ്ഞുടയ്ക്കാതിരിക്കട്ടെ എന്നും ഒരിക്കലും കെടാതിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. കാരുണ്യത്തിൻ രൂപം കരയും
വിശ്വസിക്കാൻ കൊള്ളാവുന്നത്. എന്റെ അനുഭവത്തിൽ വിജയനെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്. ഞാൻ പ്രതീക്ഷിച്ചതിന് നേരത്തെ അവൾക്ക് വിശ്വസ്തനായി മാറി. ഇതാ വിജയന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ദുബായിലുള്ള എന്റെ കമ്പനിയിൽ അടുത്ത മാസം 20-ാം തീയതി ജോയിൻ ചെയ്യണം. ഫുഡും അക്കോമഡേഷനും പുറമെ 1 ലക്ഷം രൂപ ശമ്പളം. ഇതാ എയർ ടിക്കറ്റ്, വിസ, കോൺട്രാക്ട്. ഇനി 1 മാസമുണ്ട്. സർ, അങ്ങന്റെ ദൈവമാണ്. ഞാൻ ഇതിനെങ്ങനെ നന്ദി പറയണം? അങ്ങേക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ തരും. മാതാപിതാക്കളുടെ പുണ്യമാണ് കുട്ടി. നിന്റെ അച്ഛൻ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തതിന്റെ പുണ്യം. രക്ഷപ്പെടണം, അതിനുള്ള അവസരമാണ്. പക്ഷെ ഒന്നോർക്കണം, എത്ര രക്ഷപ്പെട്ടാലും മാതാപിതാക്കളെ മറക്കരുത്. നിന്റെ ഈ സൗഭാഗ്യങ്ങളുടെ കഥ നിന്റെ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടാൽ അവർ സ്ഥിരബുദ്ധിയിലേക്ക് മടങ്ങി വരും. കാരണം അവരുടെ സ്വപ്നങ്ങൾക്കുമൊക്കെ അപ്പുറമാണ് നിന്റെ ഈ സൗഭാഗ്യം. ശരിയാണ് സർ, ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ അനുഗ്രഹിച്ച് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്, വരം തന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മകളുടെ ദുരന്തം അമ്മയുടെ സമനില തെറ്റിച്ചെങ്കിൽ നിന്റെ ഈ സൗഭാഗ്യം അവരെ സ്ഥിരബുദ്ധിയിലേക്ക് മടക്കി കൊണ്ടുവരും. അങ്ങനെ സംഭവിക്കണം. എല്ലാം അങ്ങയുടെ അനുഗ്രഹം. ഇനി 1 മാസമുണ്ട്. വേണമെങ്കിൽ അതിന് മുമ്പും പോകാം. വിജയൻ മിടുക്കനാണെങ്കിൽ ഒരു ചെറിയ സഹായം വിജയൻ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ചെറിയ സഹായമോ? അങ്ങേക്ക് വേണ്ടി ഞാൻ എന്റെ ശിരസ് അറുത്തു തരും. നിന്റെ ശിരസ് വേണ്ട, റോസ്മേരിയുടെ ശിരസ്. സർ, അവളെ നീ അങ്ങ് കൊല്ലുന്നു. നിനക്കത് വളരെ നിസ്സാരമായി സാധിക്കും. നിങ്ങൾ തമ്മിൽ വല്ലാത്ത ചങ്ങാത്തത്തില. എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാകും, ഞാൻ രക്ഷപ്പെടുത്തും. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അവളെ അവസാനിപ്പിച്ചിട്ട് ഒരു ജീവിതം പറ്റിപ്പിടിക്ക്. ഭാഗ്യമാണ് മുന്നിൽ, സൗഭാഗ്യം. നിന്നോടോ പറഞ്ഞത്? എന്റെ ദൈവമേ, പൊട്ടന്മാരോട് സംസാരിച്ചാൽ ജീവിതം പാഴായി പോകും. അകത്തൊരു പൊട്ടൻ, പുറത്തോട്ട് നോക്കിയാൽ അതിലും വലിയ പൊട്ടൻ. പിന്നെ ആവശ്യമില്ലാത്തൊക്കെ കേട്ടോളൂ. എടി, വർഷങ്ങളായിട്ട് ഓമയ്ക്കാതെത്തുന്ന പിച്ചാത്തിക്ക് ദൈവം സംഭവിക്കും. അതുപോലെ 80 വർഷം കേട്ട എന്റെ ചെവിക്ക് ചില കുഴപ്പങ്ങളുണ്ട്. അട്ട നിന്നെ കെട്ടിയാൻ എന്തേ? കുളിക്കുന്നു. അയ്യോ, കറുത്ത് കരിവാളിച്ചിരിക്കുന്ന അവനങ്ങോട്ട് കുളിച്ചേച്ചാലും മതി. എന്റെ കർത്താവേ, നീ തന്നെ തന്നല്ലേ എനിക്ക് ഇങ്ങനെ ഒരു പുത്രനെ. അപ്പനേക്കാൾ യോഗ്യനാ എന്റെ പത്രോസ്. നീ എന്നെ ചെറുപ്പത്തിലൊന്ന് കാണണമായിരുന്നടി. ഗീവർഗീസ് പുണ്യാളത്തിനെ പോലെ ഇരിക്കുകയല്ലായിരുന്നോ ഞാൻ? ഗീവർഗീസ് പുണ്യാളത്തിനെ പോലെ. ഗീവർഗീസ് പുണ്യാളച്ചൻ കുതിരപ്പുറത്തിരുന്ന് കുന്തത്തിന് കുത്തുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ മുഖച്ചായാണ് എന്റെ അപ്പൻ. എനിക്ക് സംശയമുണ്ടോ? കണ്ണാടി എടുത്ത് നോക്ക്. എടാ, നീ തന്നെ പറയണോടാ അത്. എടാ കുരങ്ങ് മോറ, നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ ചെന്നപ്പോ ഇവള് നമുക്ക് ചായം തന്നിട്ട് അടുക്കള വെച്ചൊക്കെ പോയി നിന്ന് മോങ്ങി. ഈ മരമാന്തനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാനോ? അല്ല, നിന്റെ അമ്മച്ചി. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് പറഞ്ഞ കുടുംബാലം ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. എടി, എന്നേക്കാ സുന്ദരനായി അവനെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ. അവൻ പിന്നെ എന്ത് പറയണം? 4 അടി പൊക്കത്തി പിശാചിനെ പോലെ ഇരിക്കണം. അപ്പനെ പിന്നെ എന്ത് പറയണം? എടാ, പൊക്കത്തിലൊന്നും ഒരു കാര്യമില്ലടാ. ആണുങ്ങൾക്ക് പൊക്കം ഒരു കാര്യാ. എന്നിട്ടാണോ നീ എവിടെ സഹിക്കുന്നത്? എന്റെ അച്ഛന് ആവശ്യത്തിന് പൊക്കോട്ടെ. പിന്നെ എന്ന് പറഞ്ഞ അവൻ വെട്ടൂർ പുരുഷനല്ലയോ? തർക്കം വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നിങ്ങൾ രണ്ടിനെയും കാണാൻ കൊള്ളും. അങ്ങനെ സത്യസന്ധമായിട്ട് നീ കാര്യങ്ങൾ പറ. എടാ പത്രോസേ, ഈ കുടുംബത്തിന്റെ പേരെന്തോടാ? അപ്പം പിന്നെ ചൊറിഞ്ഞോണ്ട് വരിക. എടി, ഒരു പെൺകൊത്തുണ്ടായി അതിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കടി? എടി, ആർക്കാണ്? പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന് കരുതി സാമൂഹ്യ സേവനം ചെയ്യാൻ അവളാരും വളർത്തരേഷയോ? എടാ, നീ അന്നോട് അവിടെ നോക്കാം. എടാ, റോഡ് പേരിലെ നോക്കാം. നീയാണോ? ഞാൻ എന്ത് വേണമെന്നാണ് ഇപ്പൊ പറയുന്നത്? എടി, കൊച്ചിന് എത്ര വയസ്സായിടി?
എടി നിങ്ങളായോ വിളിച്ചത്? 25 കഴിഞ്ഞു. നിന്നെ എത്ര വയസ്സായി നിന്റെ അപ്പം കെട്ടിച്ചു വിട്ടത്? 18 വയസ്സില്. എന്താ അതിൽ കൂടുതൽ നിന്നാ നീ കുഴപ്പമുണ്ടാക്കുമെന്ന് മേടിച്ചാണോ? ഈ അപ്പൻ എന്തൊക്കെയാ പറയുന്നേ? എടി പെമ്മക്കളെ കെട്ടിച്ചു വിടേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് നടത്തണം. എവനോട് പറഞ്ഞിട്ട് കാര്യമല്ലേ, അവൻ പോർക്ക. ഇന്ന് അവൾ പറഞ്ഞേ എനിക്ക് രണ്ടിലൊന്നും എനിക്കറിയണം. ഓ സാമൂഹ്യ സേവനം കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു സമരനായിക. അമ്മച്ചി എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും തവണ നേരിട്ട് അവിടെ നിന്നേ, ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഞങ്ങൾക്ക്. എടീ നിന്നെ മര്യാദയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞൊരു വണ്ടി നിറച്ച ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഇല്ലെങ്കിൽ നിന്നെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു. നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. നിനക്കിത് എന്തിന്റെ കേടാണ് എന്റെ പൊന്നുമക്കളെ? എടീ നാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരില്ലേ? പിന്നെ നിനക്കെന്താ? അപ്പച്ചാ, നീതി ലഭിക്കാത്ത സാധാരണക്കാരന് വേണ്ടി സമരം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അതിന്റെ ആവശ്യം നിനക്കെന്താ? സാമൂഹ്യ സേവനം. എടി നിനക്ക് സമൂഹത്തെ സേവിച്ചേ ഒക്കെ തുടങ്ങി നീ പോയി കന്യാസ്ത്രീ നടത്തിച്ചേര്. ആര് പറഞ്ഞു ഞാൻ ആ ജോലിയല്ല ചെയ്യുന്നതെന്ന്? ആ വേഷം ധരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നിന്ദിതരുടെയും പീഡിതരുടെയും കൂടാരങ്ങളാണ് ഈശ്വരനെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. നിനക്ക് ഞങ്ങളൊരു കല്യാണം ആലോചിക്കാം. അപ്പച്ചാ, എന്താണ് അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ടാ? എന്റെ അപ്പനും അമ്മയ്ക്കും ഒന്നും ഇനി എന്നെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മകളെ കൊല്ലാൻ വീട്ടിൽ ആളെത്തുന്ന അവസ്ഥയിൽ എന്റെ മകൾ വളർന്നുവെന്ന് ഞങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. വിശദീകരണം വേണ്ട, പറയുന്നത് കേട്ടാ മതി. എടീ നീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ നാട് നന്നാവോ? ഈ സമൂഹം നന്നാവോ? നിന്നെ കൊന്നു കൊല വിളിക്കുന്നു പറഞ്ഞൂടെ വന്നവര് പറഞ്ഞെന്താണെന്ന് അറിയാവോ? നിന്നെ മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിനക്ക് ജന്മം തന്നു എന്ന കുറ്റത്തിന് അവൻ എന്നെ കൊല്ലുവെന്ന്. മതി, ഇവിടെ നിർത്തിയേക്കണം. ഇനി വേണ്ട ഒരു സാമൂഹിക പ്രവർത്തനവും. നിനക്ക് ഞങ്ങൾ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കുക. എനിക്ക് എതിർപ്പില്ല, പക്ഷെ അത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഭീഷണിപ്പെടുത്തി എന്റെ മാർഗത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് ആരും കരുതരുത്. മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് എന്റെ കടമയാണ്. അതുപോലെ പ്രധാനമാണ് എന്റെ സമരമാർഗവും. അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കണമെങ്കിൽ എന്നെ കൊല്ലണം. അതെ. ആറ് 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 ഞങ്ങളുടെ മൊബൈൽ നമ്പർ 99 95 75 57 29. നിങ്ങളുടെ ഏവരുടെയും നിസ്സീമമായ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നാടകം തുടരുന്നു. ഇടവേളാനന്തരം ധർണയുദ്ധം. ബന്ദിന്റെ കാതിൽ ആരോ മന്ത്രിച്ചു ഹർത്താൽ ഹർത്താൽ. ഇരുട്ടു വെളിച്ചം തേടുമ്പോൾ തനിച്ച് ഞാൻ ഇവിടേകനായി. നന്ദി ആരോട് ഞാൻ അങ്ങനൊന്നും വേണ്ട. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ട കൃത ക്രീഡ നഷ്ട കൃമ പീഠതഃ അളിയൻ വന്നഹ. എന്റെ അളിയോ, ആ 10ാമത്തെ ശ്ലോകം ഞാനൊന്ന് കാണാതെ പഠിക്കുക. ഇപ്പൊ എല്ലാ രംഗത്തും മത്സരമല്ലയോ? ഒരു ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. ഇപ്പൊ അത്യാവശ്യത്തിന് ആളും പേരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അളിയൻ അറിഞ്ഞോ, ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവാ. ഇപ്പൊ എല്ലാം ഹൈടെക് സ്വാമിമാരില്ലയോ? പറഞ്ഞ പോലെ അളിയൻ പെൻഷൻ ആകാൻ എത്ര നാളുണ്ട്? 3 മാസം. ഭാഗ്യം. അത് കഴിഞ്ഞാൽ പിന്നെ അളിയൻ എന്റെ സഹായിയായിട്ട് കൂടാം. വിജയൻ നിന്നോട് വല്ലതും പറഞ്ഞോ? എന്താ പറഞ്ഞ? അവനൊരു ജോലി ശരിയായ കാര്യം ഇല്ല, എന്നോടും പറഞ്ഞില്ല. പിന്നെ അളിയൻ എങ്ങനെ പറഞ്ഞു? ആ ശേഷയ്യ ഗ്രൂപ്പിലെ വിക്രം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവന് ദുബായിൽ ഒരു ജോലി ശരിയായി. 1 ലക്ഷം രൂപയും കിട്ടുമെന്ന്. കണ്ടോളിയ, ഞാൻ ഇവിടെ വന്ന് കയറി അന്ന് മുതൽ അളിയന് വെച്ചടി 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 കയറ്റമല്ലാതെ വല്ല പരാജയം ഉണ്ടോ? അതാ ഐശ്വര്യമുള്ളവൻ വന്ന് കാല് കുത്തിയതിന്റെ ഫലം. എടാ, ഇത്രയും വലിയൊരു സൗഭാഗ്യം ജീവിതത്തിൽ സംഭവിച്ചിട്ട് അവനെന്താടാ എന്നോട് പറയാതിരുന്നത്? 2-3 ദിവസമായി അവൻ ആകെ അസ്വസ്ഥനാണ്. എന്റെ അളിയ അവിചാരിതമായിട്ട് കയറി വന്ന സൗഭാഗ്യമല്ലയോ? ചെറുക്കൻ അന്തം വിട്ട് നടക്കുകയായിരിക്കും. എടാ, 1 ലക്ഷം രൂപ ശമ്പളത്തിൽ ദുബായിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? എന്നെ പോലെ ഒരു യോഗിക്ക് 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരം. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്ത് നീ ആളെ വരുത്താറുണ്ടല്ലോ. ഒരു 100 രൂപ നോട്ട് എടുത്ത് കാണിക്കാം. അതിനാരാണ്ട് അന്തരീക്ഷത്തിൽ 100 രൂപ അടിച്ച് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നോ വലിച്ചു പറിച്ചെടുക്കാൻ? എന്റെ അറിയാതെ പണിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് ആ സാമ്രാജ്യന്റെ കൂടെ നടന്ന് പഠിച്ച ചില ഞൊടുക്കു വിദ്യകള് ഭക്തജനങ്ങളെ കളിപ്പിക്കാനെ കൊണ്ട്. അല്ല, അത് പോട്ടെ. ചെറുക്കൻ ഈ ദുബായി പോകുന്ന വിവരം മറ്റാരോടും പറയാതിരുന്നോണ്ട് ചോദിക്കുക.
അവന് വല്ല പ്രേമമോ മറ്റോ? എന്റെ മോനെ അവൻ. അതിന്റേതായ കുഴപ്പമുണ്ട് അവന്. ഞാൻ അവനെ മാന്യമായിട്ടാ വളർത്തിയത്. അപ്പൊ എന്റെ അച്ഛൻ എന്നെ മാന്യമായിട്ടല്ലേ വളർത്തിയത്? അവൻ വരട്ടളിയാ, ഞാനൊന്ന് ഗുണദോഷിക്കാം. വേണ്ട വേണ്ട, അവനെ ഗുണദോഷിക്കാനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട്. അളിയാ, ഗുണദോഷിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല, വിവരം ഉണ്ടായിരുന്നാ മതി. മക്കളെ വിജയ, നിനക്കെന്താടാ ഒരു വല്ലായ്മ? എന്തു പറ്റി മോനെ നിനക്ക്? 2 നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഏതോ മാനസിക പ്രശ്നം നിന്നെ അലട്ടുന്നത് പോലെ. അമ്മാവനൊന്ന് ഗവനിക്കണോ മക്കളെ എന്നെ? എനിക്കൊന്നുമില്ല അച്ഛൻ. ആ വിക്രമൻ ഇവിടെ വന്നിരുന്നു. അയാൾ എന്നോട് എല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? നിനക്ക് ദുബായിൽ ഒരു ജോലി ശരിയായെന്നും 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്നും വിസയും മറ്റു കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചെന്നും പറഞ്ഞു. അച്ഛനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശരിയാണോ മക്കളെ? ശരിയാ. 1 ലക്ഷം രൂപ എന്റെ മക്കളെ, അത് എങ്ങനെ ചെലവാക്കുമെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. നീ ഒന്ന് മനസ്സ് വെച്ചാ മതി. 2 ചാക്ക് അരി മേടിച്ചാ മതി. അത് ഇട്ടോന്ന് പറഞ്ഞു തീർന്നു. നിന്നെ പോലെ അല്ല എന്റെ മകൻ. അവൻ ബുദ്ധിയും വിവേകവും ഉള്ളവനാ. അച്ഛന് പെൻഷനാകാൻ 3 മാസമേ ഉള്ളൂ. അതിനു മുൻപ് എന്റെ മകനൊരു ജോലി ലഭിക്കണമെന്ന് കരളൊരുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലവാ ഈശ്വരൻ സഹായിച്ചതാ. 1 മാസത്തിനകം ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, അച്ഛൻ പറഞ്ഞതുകൊണ്ട് നീ 1 മാസം ആക്കണ്ട. എത്രയും പെട്ടെന്ന് ജോലി ചെയ്യണം മോനെ. ഇത്രയും വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടായിട്ട് എന്താടാ നീ അച്ഛനോട് പറയാതിരുന്നത്? അച്ഛൻ ഇപ്പോൾ ആത്മവിശ്വാസം തോന്നുക, ജീവിതത്തിന് അർത്ഥമുണ്ടെന്നൊരു തോന്നല്. പിന്നെ യാത്രയ്ക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണം. വേണ്ടപ്പെട്ടവരോടൊക്കെ യാത്ര പറയണം. ഈശ്വരന് പ്രത്യേകം നന്ദി പറയണം. എത്രയും പെട്ടെന്ന് നീ ജോലി ചെയ്യും വേണം. അച്ഛാ, എനിക്ക് ഈ ജോലിയോട് താല്പര്യമില്ല. ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എത്ര ഗൾഫുകാരുടെ പുറകെ നടന്നാ നീ? എന്നിട്ടിപ്പോ ഈശ്വരൻ ഒരു സൗഭാഗ്യം വെച്ച് നീട്ടുമ്പോ അഹങ്കാരം അല്ല എന്താ പറയുന്നത്? എടാ, 1 ലക്ഷം രൂപയുടെ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. മോനെ, എനിക്ക് ഈ ജോലിയോട് ഒരു താല്പര്യമില്ല. എന്താ നിനക്ക് താല്പര്യം ഇല്ലാത്തത്? പണം കൊടുക്കാതെ വിസ കിട്ടുന്നതോ, അതോ 1 ലക്ഷം രൂപയും മറ്റു സൗകര്യങ്ങളും ശമ്പളമായി കിട്ടുന്നതോ? എന്താണ് നിനക്ക് താല്പര്യമില്ലാത്തത്? ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത് കാണാൻ, അച്ഛനൊന്ന് സന്തോഷിക്കുന്നത് കാണാൻ നിനക്ക് താല്പര്യമില്ലേ? പുതിയ കാലത്തെ ചെറുപ്പക്കാരൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരെങ്കിലും കൊന്നാ മതി എന്ന് പറഞ്ഞ് നടക്കുക. വാദിയാര് പണിക്ക് ആണുങ്ങളെ കിട്ടാനില്ല. 1 ലക്ഷം രൂപ കിട്ടിയാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുടെ കാലം. ഇവിടെ ഈശ്വരൻ ഒരു ജീവിതം വെച്ച് നീട്ടുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും? മോനെ, അവസരങ്ങളെ ബുദ്ധിപൂർവം വിനിയോഗിക്കുന്നവനാണ് മിടുക്കൻ. ദേ, അച്ഛൻ വല്ലാത്ത പ്രതീക്ഷയില്ല, സന്തോഷത്തില. നീ അത് നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയാറില്ലേ, അവരുടെ വീട്ടിൽ വേണ്ടതിലധികം സൗകര്യങ്ങൾ കാണും. അങ്ങനെയുള്ളവർക്ക് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആകാം. പ്രാരാബ്ദങ്ങൾ സമനില തെറ്റിച്ച ഒരു അമ്മയുടെ മകനാണ് നീ, അത് ഓർമ്മ വേണം. മോളെ, 1 ലക്ഷം രൂപയുമായി ദുബായിൽ ഒരു ജോലി ശരിയായിട്ട് അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാ മോൾ ക്ഷമിക്കണം. സ്ഥിരബുദ്ധി ബാധ്യതയാകുന്ന ചില നിമിഷങ്ങളില്ലേ ജീവിതത്തിൽ. ഞാനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. മോൾ ക്ഷമിക്കണം. എന്തു പറ്റി വിജയ? ജോലി ശരിയായെങ്കിൽ പോകണം. അത് എന്ത് ഇഷ്ടമില്ലാത്തതാണെങ്കിലും. ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരു സംതൃപ്തി ഉണ്ടാകുന്നത്. റോസ്മേരി എന്താ ഇപ്പോൾ ഇവിടെ? 2 ദിവസമായി നിന്നെ കണ്ടിട്ട്. ഒരു വിശേഷമുണ്ട്. എനിക്ക് വേണ്ടി വീട്ടുകാർ തകൃതിയായി വിവാഹാലോചന നടത്തുന്നു. നാളെ ഒരു കൂട്ടിനെത്തും. കണ്ടിഷ്ടപ്പെട്ടാൽ വിവാഹം ഉറപ്പിക്കും. പിന്നെ എന്റെ കവിതകൾ, സമരങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ. നീ പോണം, എല്ലാം ഉപേക്ഷിച്ച് നീ പോണം. അതിനൊന്നും ബാധിക്കാത്ത രീതിയിലാണെങ്കിലേ ഞാൻ സമ്മതിക്കൂ. റോസ്മേരി, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നീ സാന്നിധ്യമായത് എന്നോടോ എന്റെ കവിതകളോടുള്ള ആരാധന കൊണ്ടാണ്. മറിച്ച് എനിക്ക് ദുരിതം അനുഭവിക്കുന്നവരോടുള്ള പങ്കുചേരല. അതൊന്നും മാറ്റിവെച്ചുകൊണ്ട് എനിക്കൊരു ജീവിതമില്ല. നീ വിദേശത്ത് പോകണം, കോടികൾ സമ്പാദിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്, നാളെ നടക്കുന്ന മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഉച്ച കഴിഞ്ഞ് ഞാൻ എത്തും. അതുവരെ അവിടെയുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണം. ഞാൻ പറയാറില്ലേ അമ്മേ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. വേണ്ട. സാരമില്ലെന്ന്. അമ്മേ, എന്താ ഇത്? ആരാ? എന്റെ മോന്റെ ഭാര്യയാണോ? ജാനകി, നീ എന്തൊക്കെയായി പറയുന്നേ? സാരമില്ലെന്നേ, അമ്മ വന്നേ. മോളെ വേണ്ട, ദോ, എന്റെ മോക്ക് ചായ ഇടൂറോ? നീ ബഹളം വെക്കണ്ട ജാനകി, ചായയൊക്കെ ഞാൻ കൊടുത്തോളാം. ഞാൻ ചായ ഇട്ടോളാം. നാളെ ഞാൻ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണല്ലേ, ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കട്ടെ.
അമ്മ ഇതൊന്നും പഠിപ്പിച്ചില്ലേ എന്ന് അമ്മായിയമ്മ ചോദിക്കരുതല്ലോ. ഇക്കാര്യം പറഞ്ഞപ്പോ കൊച്ചമ്മ പറഞ്ഞ എന്താണെന്നറിയാമോ? പെങ്കൊച്ചിനെ ടിവിയിലും പത്രത്തിലും ഒക്കെ കാണുമ്പോ ചങ്കി തീയാണ്. പത്രോസും അന്നമ്മ ഈ പെണ്ണിനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുവാന്ന്. അഴിച്ചുവിടാൻ ഞാനെന്താ ആടോ പശുവും മറ്റുമാണോ? എന്തോ പറഞ്ഞാലും ഒന്ന് നിഷേധം പറഞ്ഞോണം. ചെറുക്കന്റെ കുടുംബം വലിയ പേരുകെട്ട കുടുംബമെന്നാ പറയുന്നേ. പകലോ മറ്റോ കുടുംബചരിത്രമൊക്കെ അച്ചടിച്ചിറക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ പൊങ്ങച്ചക്കാര് കാശിന്റെ അഹങ്കാരികളുമാണെന്ന് ഉറപ്പായി. എടി കൊച്ച കുടുംബക്കാരെന്ന് പറയുന്ന പൊങ്ങച്ചു വന്നു മോണൊക്കെ ഒരു കുത്തിവെച്ച് തന്നുണ്ടല്ലോ. എന്റെ നോട്ടത്തിൽ മേരിക്കൊച്ച ഇതൊരു ഭാഗ്യ. ഔസേപ്പച്ചൻ 2 പെങ്ങന്മാരാ. ആരെയും ഔസേപ്പച്ചൻ? നിന്നെ കെട്ടാൻ വരുന്ന ചെറുക്കൻ. ഓ, ഔസേപ്പച്ചൻ എന്നാണ് പേരല്ലേ? ആവശ്യമില്ലാത്തോടെ പേരൊക്കെ നീ കാണാതെ പഠിച്ചു വെച്ച് പ്രസംഗിക്കുമല്ലോടി. 2 പെങ്ങന്മാരും ജർമ്മനിയിലാ, ഔസേപ്പച്ചൻ അമേരിക്കയിലും. പടഭണ്ഡാരം പോലൊരു വീടും 5 ഏക്കർ സ്ഥലവും മൂപ്പര് നിധി കാക്കും പോലെ കാക്കുക. ചായ വരുമോ? നീയല്ലേ ഇന്നലെ വിളിച്ചേ? തീർച്ചയായിട്ടും വരുമെന്നാ എന്നോട് പറഞ്ഞത്. ആര് വരുന്ന കാര്യമാടി? അയ്യോ, പേടിച്ചു പോയല്ലോ. 2 മാസമായി ഞാൻ എന്റെ മുഖം ഒന്ന് കണ്ടിട്ട്. എന്താ നടി രണ്ടും കൂടെ നിന്ന് വിളിക്കുന്നത്? ആര് വരുന്ന കാര്യമായി പറഞ്ഞേ? ബേബിച്ചൻ. ഓ, അവൻ എഞ്ചിനീയറല്ലയോ? നാട്ടിലുള്ള പിള്ളേർ മുഴുവൻ പഠിച്ച് എഞ്ചിനീയറിംഗ് ഡാക്ടറുമായി നാടും മുടിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ ചെന്നപ്പോ നമ്മുടെ ലൂക്കോച്ചൻ പറയുക 40 ലക്ഷം രൂപ കൊടുത്ത് അവന്റെ മോന് മെഡിസിൻ അഡ്മിഷൻ മേടിച്ചതെന്ന്. ഞാൻ പറഞ്ഞു നിന്റെ മോന്റെ തലയിൽ ചകിരിച്ചോറ, അതുകൊണ്ടാണ് കാശ് കൊടുക്കേണ്ടി വന്നത്. എടാ, ആ പിള്ളേർ പഠിച്ച് ഡാക്ടറാകും, നിന്റെയൊക്കെ മക്കള് കാശ് കൊടുത്ത് ഡാക്ടറാകും. അല്ല പിന്നെ വേറെ എടുത്താ പറയുക 3 ലാർജ് എടുത്തിട്ട് കൂളായിട്ട് എഴുന്നേറ്റ് പോകുമെന്ന്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ മോനെ പറ്റി ഒരു തന്ത പറയുന്ന അഭിപ്രായമാണ്. ഇങ്ങനെയുള്ള തന്തമാരില്ലേ പിള്ളേരെ വെള്ളമാക്കുന്നത്? അല്ല പിന്നെ കേട്ടോ, അവരെപ്പോ വരുമെന്നടി? അവർ വരുമെന്ന് പറഞ്ഞ സമയമൊക്കെ ആയി വരുന്നു. അല്ല, എന്നെ കാണാൻ അവര് വരുന്നത്. പിന്നെ വല്യപ്പച്ചൻ എന്തെങ്കിലും ഒരുങ്ങുന്നത്? എടി, കുടുംബത്തെ കാണുന്നവർ ഒരുങ്ങിയിരുന്നല്ലേ, അത് കുടുംബത്തിനൊരു ഐശ്വര്യമാണ്. ശരി കുഞ്ഞെ, അപ്പൊ തന്നെ തലയിലുള്ള നരച്ച മുടിയെല്ലാം പറിച്ചു കളഞ്ഞേ. നീ ഇങ്ങോട്ട് നീങ്ങി തന്നെ. ദേ, അവര് വരുമ്പോഴേ വല്ല വീറും വൃത്തിയുള്ള തുണിയും മണിയൊക്കെ എടുത്ത് കൊടുക്കണേ. ഞാൻ ഫാഷൻ പരേഡിൽ നിന്ന് പോവല്ല, ഈ നില കാണുന്നവർ കണ്ടാ മതി. ബേബിച്ചനാ? ആന്നോ? മരിക്കൊച്ച് ബേബിച്ചനെ കണ്ടു, അതുകൊണ്ട് ഓട്ടോ കൂലി ലാഭം. എടാ ബേബിച്ച, നീ എന്താണ് നിന്റെ വെമ്പളെ കൊണ്ടുവരുന്നത്? അവൾക്ക് ലീവ് കിട്ടണ്ടേ വല്യ പച്ച? കല്യാണത്തിന് നിശ്ചയമായിട്ടുണ്ടാകും. എന്താടാ കുഞ്ഞിനെ കൊണ്ടുവരാൻ? അവന് പിടിപ്പത് പഠിക്കാനില്ലേ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോച്ച്. നിങ്ങളൊന്നും പഠിച്ചു വളർന്ന കാലമല്ലിത്. അല്ല, തിരിച്ചറിവാകുന്നതിന് മുമ്പ് നീ അതിനെ കൊണ്ട് ഓർഡിങ്ങിലാക്കിയോണ്ടില്ലയോ? എന്ന് വെച്ചാൽ എനിക്ക് സമയമുണ്ടോ? സിസിലിക്ക് സമയമുണ്ടോ? പിന്നെ ഒരു കൊച്ചുണ്ടായാലും വളർത്താൻ മാതാപിതാക്കൾക്ക് സമയമില്ല. ആട്ടെ, അടുക്കളയെ വല്ല ആക്കി കഴിച്ച് കഴിക്കുന്നുണ്ടോ, അതോ അതും ഹോട്ടലുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണോ? ഇപ്പോഴത്തെ വീടിനൊന്നും അടുക്കള ഇല്ല വല്യപ്പച്ച. അതുകൊണ്ട് കുടുംബത്തിന്റെ രുചിയും കുറഞ്ഞു മക്കളെ. ഇപ്പൊ അണുകുടുംബം അല്ലേ? അണുകുടുംബം. അവിടുന്ന് പോയി നാനോ കുടുംബം. അത് ഈ ചെറിയ ഒരു കാറല്ലേ, തീപ്പെട്ടിക്കൂട് പോലെ. കുടുംബവും തീപ്പെട്ടിക്കൂട് പോലെ ആയി, ഒരു വിലയുമില്ല. നിങ്ങളെ സംസാരിച്ചിരിക്കും, ഞാൻ പോയി ചെക്ക് ഫ്രഷ് ആയിട്ട്. എന്റെ മേരിക്കുഞ്ഞെ, നീ എങ്കിലും തന്റെ ഇടം കാണിക്കണം. വീട് നിറയെ കുട്ടികളുണ്ടായിരിക്കണം. അതിനാണുങ്ങളും തന്റെ ഇടം കാണിക്കണം. അവനെ പ്രസവിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴേ എന്റെ ഏലിക്കുട്ടി ചത്തും പോയി. അന്നൊക്കെ മക്കളുണ്ടായിരുന്നു, വീടില്ലായിരുന്നു. ഇന്ന് വീടുണ്ട്, മക്കളില്ല. വല്യപ്പച്ചന്റെ കാര്യം വീഴുന്ന സമയം പോകുന്നേ അറിയില്ല. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. കാര്യം പറയുന്നവന്റെ പേരടി വല്യപ്പച്ചനെന്ന്. ചെറുക്കന് 45-50 ദിവസത്തെ അവധിയുള്ളേ. കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട എന്തിനു നീട്ടിക്കൊണ്ട് പോന്നേ? ദിവസം തീരുമാനിച്ച് വേഗം അങ്ങ് നടത്തണം. പിന്നെ അതിന് ഞാൻ സമ്മതിക്കണ്ടായോ? എനിക്ക് ചെറുക്കനെ കാണണം, ബോധിക്കണം. അപ്പനായിരുന്നല്ലോ പരാതി, കൊച്ചിന്റെ കല്യാണം നടക്കുന്നില്ലേ എന്ന് എന്ന് കരുതി എന്റെ കുഞ്ഞിനെ പിടിച്ച് വല്ലവർക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ചേട്ടോ, വല്ലവർക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണോ? കൊമ്പനാട്ടെ മേരി കൊച്ചു മോടൊന്ന് ആലോചനയാ. എന്താ കടി കൊമ്പനാട്ടെ? നീ കുറച്ചു നേരം കൊണ്ട് കൊമ്പനാട്ടെ എന്ന് പറയുന്നത് എനിക്കെന്താ കൊമ്പുണ്ടോ? അയ്യോ, അത് അപ്പനെ കളിയാക്കുന്നതല്ല. കൊമ്പനാട്ടെ എന്ന് പറഞ്ഞ അവരുടെ വീട്ടുപേരാ. എനിക്കവിടെ ഇരിപ്പും നടപ്പൊക്കെ അങ്ങോട്ട് കാണുമ്പോ അപ്പം വിഷമിക്കണ്ട. എന്റെ മകളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, അപ്പനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിച്ചു തരാം. എടാ, ഗുരുത്തം കേട്ടവനെ ഇവിടെ വേണം.
ഇങ്ങോട്ട് വേടാ. ഞാൻ വരുന്നില്ല. ഇങ്ങോട്ട് നീങ്ങി ഈ നില്ലെടാ. അപ്പൻ മതി. ഇങ്ങോട്ട് നീങ്ങി നില്ലെടാ. നിൽക്കുമ്പോ എടാ, പെങ്കൊച്ചിനെ കാണാൻ വരുന്നവര് അവിടെ നന്നേ നോക്കും. ഇത്തിരി വീറും വൃത്തിയൊക്കെ ആയിട്ട് നിന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ ഇങ്ങോട്ട് നില്ലടാ നീ. ആ, അങ്ങനെ വൃത്തിയായിട്ട് നില്ലേ. എടാ, ഈ കുടുംബത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാ? ഞാനാ. ആ, ഞാൻ. ഇത് എന്റെ അപ്പനാ. ഇതെന്റെ മോനാ. മൂത്ത മകൻ ബേബിച്ചേക്ക് ബാംഗ്ലൂരിലാ വന്നിട്ടുണ്ടേ. ബാംഗ്ലൂർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആള്. അത് തന്നെ. ആ, ഭാര്യ അങ്ങ് അമേരിക്കയിലാ. അപ്പാ, അവിടെ ഇരുന്നോ. മോന്റെ ഭാര്യ അങ്ങ് അമേരിക്കയിലാണ് ബേബിച്ചന്റെ. അല്ല, മോൻ അമേരിക്കയില് ഫ്ലോറിഡയിലാ. ഓ, അവിടെയാണ്. 3-4 ഗ്യാസ് പമ്പ് എന്ന് പറഞ്ഞ ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഈ കൊച്ചനൊന്നും കണ്ടെത്തില്ലയോ? അവൻ അമേരിക്കയിൽ പോയതിനു ശേഷം ഇങ്ങനെ അവൻ ആവശ്യത്തിനല്ലേ വാ തുറക്കും. അവൻ താൻ വാ തുറക്കുന്നത് അനാവശ്യത്തിനായിരിക്കും. കുളിക്കിടാതെ അത് കുളമാക്കി എടുക്കല്ലേ. ആ, പിന്നെ അറിയാമല്ലോ, മക്ക് കുറച്ച് സാമൂഹിക പ്രവർത്തനമൊക്കെ ഉണ്ട്. അമേരിക്കക്കാർക്ക് അതൊക്കെ ഇഷ്ടമാ. നമ്മുടെ നാട്ടിൽ ഒരുമാതിരി സിനിമാ സീനിൽ നടിമാരൊക്കെ കല്യാണം കഴിക്കുന്നത് ആരാ? അമേരിക്കക്കാരാ. ഏലിക്കുട്ടി ചത്തുപോയിട്ട് വർഷങ്ങളായില്ലയോ? ഇത് ഇറങ്ങിപ്പോയ അപ്പന്റെ ഒന്ന് പോക്കാണ്. ആ, കേട്ടു തുടങ്ങി. പിന്നെ ഇത്തിരി സാമൂഹിക പ്രവർത്തനം അവരൊരു യോഗ്യതയായിട്ടാ കരുതുന്നത്. പിന്നെ ഞങ്ങള് മകരാമറ്റക്കാരെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം മതിലെ കുറിച്ച ക്രിസ്ത്യാനികളാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മതിലെ കുഴിക്കുന്നത് മുല്ലും പൂപ്പലും ഒക്കെയാ. കേട്ടാലും കുഴപ്പമാണ്. ഇറങ്ങിയിരിക്കട്ടെ. തമാശക്കാരനാ. എന്ത് പറഞ്ഞാലും അപ്പൊ തമാശ പറയുന്നു. അപ്പൊ നമുക്ക് ഇത്തിരി ചായ വെള്ളം വല്ലതും അകത്തോട്ട്. പിന്നെ അകത്തോട്ട് പോവാം. എന്നാ പിന്നെ മക്കളെ, തോന്നിപ്പോ. ആ, ചായ കുടിക്കാം. ആ, ഞാനിത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കൊടുക്കും. ആ, പിന്നെ ടിവിയില് പെണ്ണിന്റെ പടം കണ്ടപ്പോ ചെറുക്കനങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചായ കുടിക്കലൊക്കെ ഒരു ചടങ്ങ് മാത്രം ആക്കാം. എന്റെ ഔസേപ്പച്ച സ്തംഭിച്ച് നിൽക്കാതെ ആ ചായമായി അങ്ങ് കുടിക്കടാ. അപ്പോ ചെറുക്കനും പെണ്ണിനും വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ അവര് മാറി സംസാരിച്ചോട്ടെ. ഓ, ആയിക്കോട്ടെ. പിന്നെ നമുക്ക് മെത്രാനച്ചനെ കണ്ട് സൗകര്യങ്ങൾ നോക്കി ദിവസം അങ്ങോട്ട് തീരുമാനിക്കാം. എന്താ? ആയിക്കോട്ടെ. അതെ, നിങ്ങളെ തറവാട്ടിലെ അവസാനത്തെ കല്യാണം, അതുകൊണ്ട് ഇത് ഗംഭീരമാക്കണം. തീർച്ചയായിട്ടും ഇതാണ് ഏറ്റവും പറ്റിയ സമയം. അവനത് ചെയ്യും. ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. എൻ്റെ ഒരു കണികളും ഇന്നുവരെ പാഴായി പോയിട്ടില്ല. എന്ത് പറ്റി വിജയ്? നീ ഒരു മിടുക്കനാണെന്നാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. ആലോചിക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ സമയം വേണമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിജയന്? ഉണ്ടെങ്കിൽ പറയണം. എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. റോസ്മേരിയെ വിവാഹം കഴിക്കാൻ പോകുന്നവർ അവളുടെ എല്ലാ സമരങ്ങൾക്കും ഇടപെടലുകൾക്കും പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുക. അപ്പോ ഇനിയും വീര്യം കൂടും. ഇനി അടുത്തേക്ക് നിൽക്ക. എന്നെ അവിശ്വസിക്കുന്നുണ്ടോ വിജയൻ? ഞാൻ സംരക്ഷിക്കില്ല എന്ന് മറ്റോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഒന്നുകിൽ വിജയൻ, അല്ലെങ്കിൽ മറ്റൊരാൾ. എന്നെ പരിചയപ്പെട്ടപ്പോ വിശ്വസിക്കാനും ഒപ്പം നിർത്താനും കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നി. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകണമെന്നല്ലാതെ നീ നശിച്ചു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ നീ കൊല്ലപ്പെടും. കാരണം നിന്നോട് ഞാനിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു പോയി. അത് നടക്കാത്തിടത്തോളം കാലം നീ ജീവിച്ചിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും. അത് വേണോ? ചങ്ങാത്തം കൂടാൻ പറഞ്ഞത് സ്നേഹിച്ചു കൊല്ലാൻ എളുപ്പമായതുകൊണ്ടാ. നോക്കൂ വിജയൻ, നീ വിളിച്ചാൽ അവളിപ്പോൾ എവിടെയും വരും. നിന്നെ സഹായിക്കാൻ ധാരാളം ആളുകൾ. വാഗ്ദാനം ചെയ്തതിനപ്പുറം പലതും തരും ഞാൻ.
ഇനി നിന്റെ മുന്നിൽ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. സൗഭാഗ്യങ്ങൾ നിറഞ്ഞൊരു ജീവിതം വേണോ അതോ മരണം വേണോ? എനിക്ക് ജീവിക്കണം ജീവിക്കണം. എനിക്കല്പം മദ്യം വേണം. പിന്നെന്താ? എനിക്ക് ജീവിക്കണം. സൗഭാഗ്യങ്ങളുടെ ഒരു ജീവിതം എനിക്ക് ആസ്വദിക്കണം. അല്ല, നീ ദുബായിലേക്ക് പോകുന്നതിന് പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ? ഇല്ല, അവരൊക്കെ ഇപ്പോഴെത്തും. ഞാൻ വിളിച്ചപ്പോ ഇവിടേക്ക് വരാൻ നിനക്ക് ഭയം തോന്നി. എന്തിന്? നീ ഇതിന് ചെലുത്താനുണ്ട്? നീ എന്താ വല്ലാതെ? നിനക്ക് എന്ത് പറ്റി? എല്ലാവരും വരുന്നതിന് മുമ്പ് നീ അങ്ങ് ആഘോഷിച്ചോ? വിജയ, എന്റെ വിവാഹം ഉറപ്പിച്ചു അടുത്ത 16-ന്. നീ ഇവിടെ ഉണ്ടാവില്ലെന്നറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. നിനക്ക് എന്ത് പറ്റി? എനിക്ക് ഉടനെ പോണം. റോസ്മേരി, എനിക്ക് നിന്റെ ഒരു കവിത കേൾക്കണം. നീ എഴുതിയ തിരുമുറിവിൽ എനിക്കത് കേൾക്കണം. കണ്ണു കുടിച്ചു കഴിയുമ്പോ അവനോരത് തോന്നും. പിരിയുന്നതിന് മുമ്പ് നീ തരുന്ന സമ്മാനം. അയ്യോ, കറണ്ട് പോയി. പ്ലീസ് വെയിറ്റ് വെയിറ്റ്. പ്ലീസ് ചൊല്ലേ. നീ പോകുന്നതിന് മുമ്പുള്ള നിന്റെ ആഗ്രഹമല്ലേ? ആയിക്കോട്ടെ. തീന്മേശയിൽ അവസാനത്തെ അത്താഴമൊരുങ്ങുന്നു. അത്താഴത്തിനു മുൻപുള്ള ഉപചാരങ്ങളിൽ ഒത്തിൻ്റെ കയ്പ്. തിരുക്കുരിശുമായി ഞാൻ ഗാഗുൽത്തയിലേക്കിഴയുന്നു. തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന രക്തം എന്നെ അഭിഷിക്തനാക്കുന്നു. ഈ കുരിശിൽ കിടന്നു ഞാൻ ചിരിക്കാൻ വേണ്ടി ഒരുക്കിയ നിർവേദത്തിൻ്റെ തൂവലുകൾ എപ്പോഴാണ് കൊഴിഞ്ഞു പോയത്? തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിച്ച് വേഷം മാറി അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഈ പരോള് കാലത്ത് ഞാനിവിടെ താമസിക്കുന്നതിൽ അപ്പച്ചനും അമ്മച്ചിക്കും വല്ല ബുദ്ധിമുട്ടും? ഓ, എന്നാ ബുദ്ധിമുട്ട്? അപ്പച്ചാന്നും അമ്മച്ചിന്നും വിളിക്കാനുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെയാ നീ
ആ ഇവരങ്ങനെ വിളിച്ചു കേൾക്കുമ്പോ മനസ്സിലെന്തോ പോലെ. എന്താടിയത്? നിങ്ങൾ എന്നെ ഇപ്പോഴും ഒരു ശത്രുവായിട്ടാണോ കാണുന്നത്? അപ്പച്ചാന്നും അമ്മച്ചെന്നും വിളിക്കുന്ന നിന്നെ ശത്രുവായിട്ട് കാണാനും കൂടാ. എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ? ക്ഷമിക്കാതിരുന്നിട്ട് എന്താ കുഞ്ഞേ കാര്യം? ഞാനൊരു സത്യം പറയട്ടെ, ജീവിതത്തിൽ ഇന്നു വരെ ഒരു സാന്നിധ്യവും എന്റെ മനസ്സിനെ ഇങ്ങനെ സമാശ്വസിപ്പിച്ചിട്ടില്ല. നിന്നോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുമ്പോ ദൈവം എന്റെ മനസ്സിൽ തൊടുന്നത് പോലെ. എന്റെ മക്കളെ, എനിക്ക് ഈ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. എടി എന്റെ മോ, ഞാൻ ഇവനെ ഇറങ്ങി നമ്മുടെ പറമ്പിലെ കൃഷി എങ്ങനെയാ ചെയ്യുന്നതൊക്കെ ഒന്ന് പഠിപ്പിക്കട്ടെ. നടക്കും മക്കളെ. ഇതുവരെ ഈ വീട്ടിലൊരു ആളും അനക്കും ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ പറഞ്ഞു പത്രോസും അന്നമ്മയും മോളെ കൊന്നവനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേക്ക് വന്ന്. നമ്മൾ കയറ്റിയതല്ലോ, വന്നു കയറിയതല്ലേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വന്നു കയറിയ കൊച്ചനല്ല. അവനിപ്പോ ഈ വീടിന് വേണ്ടപ്പെട്ടവനെ പോലെ. നാളെ മടങ്ങി പോകണമല്ലേ? ഇനി എന്ന് തിരികെ വരും? ഇനി വരുമ്പോ ഞാൻ ഉണ്ടാകുമോ എന്തോ. ഇവിടേക്ക് വരുമ്പോ ഞാൻ മനുഷ്യനല്ലേ? റോസ്മേരിയുടെ കൊലപാതകി കുറ്റത്തിന്റെ കുരിശിൽ തറയ്ക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. എൻ്റെ മനസ്സിൽ പാപബോധത്തിന്റെ കനലെരിയുകയായിരുന്നു. ഞാനിന്ന് മനുഷ്യൻ. എൻ്റെ മനസ്സിന്റെ മുറിവുകളിൽ സ്നേഹത്തിന്റെ ലേപനം പുരട്ടി അമ്മച്ചി ഉണക്കി. നിങ്ങളുടെ ക്ഷമിക്കുന്ന സ്നേഹം എന്നെ മനുഷ്യനാക്കി. എന്നെ ചതിച്ച ആദിശേഷനോട് പ്രതികാരം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മുടേതല്ല എന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ വിലക്കി. ഞാൻ മടങ്ങുന്നത് മനുഷ്യനായിട്ടാണ്. പക്ഷെ നീ ഒരു കാര്യം കൂടെ ചെയ്യണം. പോകുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അച്ഛനെ അമ്മയും കാണണം. അവരെന്നോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? കഴിയും. എനിക്ക് പേടിയാ മക്കളെ. കുറ്റവാളികളായിട്ട് ആരും മരിക്കരുത്. തീർച്ചയായിട്ടും നീ വീട്ടിൽ പോയി മാതാപിതാക്കളെ കാണണം. പോണം. പോകുന്നേ. എന്റെ രണ്ടു മക്കളുടെ അമ്മയാ അവര്. അവരെ പേടിപ്പിക്കാതെ ഇയാൾ പോയേ. വേണ്ട, എനിക്ക് കാണണ്ട നിന്നെ. ഞാനേ ഇവർക്ക് കാവലിരിക്കുക, എന്റെ സങ്കടങ്ങൾക്ക് കാവലിരിക്കുക. അച്ഛാ, എനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. ഒരു കൊലപാതകയുടെ അച്ഛനാവണ്ട എനിക്ക്. ദേശവന്മാരെ അങ്ങനെ പറയരുത്. എടോ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്, തനിക്കൂടൊന്ന് ക്ഷമിച്ചുകൂടെ? ആരാ? ഞാൻ റോസ്മേരിയുടെ അമ്മ. കഴിഞ്ഞ 2 ആഴ്ചയായി പിന്നെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. താൻ തന്നെ അല്ലയോ മകനോട് പറഞ്ഞത് ആരെങ്കിലും കൊന്നിട്ടായാലും രക്ഷപ്പെട്ടാ മതിയെന്ന്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പുതിയ കാലത്ത് ചെറുപ്പക്കാരെ കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ദേശവന്മാരെ, ജീവിതം അങ്ങനാണോ? വീഴ്ചകൾ ഉണ്ടാകും. ആ വീഴ്ചയിൽ നിന്ന് മകനെ കൈപിടിച്ചുയർത്തുന്നവനാ പിതാവ്. ഇപ്പോൾ ഇവൻ കുറ്റവാളിയല്ല. ഈ മകനെ സ്നേഹിക്കാൻ കൊള്ളാം.
അവൻ ജീവിതം കണ്ടവനാണ്. വിജയൻ ഇപ്പൊ നിങ്ങളുടെ മാത്രം മോനല്ല, ഞങ്ങളുടെയും മോനാ. എന്റെ റോസ്മേരിക്ക് പകരം എനിക്ക് ദൈവം തന്ന മോനാ. ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കണം. സ്നേഹവാതിൽ തുറന്നു തന്നു, പാപഭാരത്താൽ തളർന്നു പിടയുന്ന ജീവനുമുക്തി തന്നു, സാന്ത്വന സിദ്ധി തന്നു.